നമസ്കാരം. അപ്പൊ നമ്മുടെ 10 ഡേയ്സ് റിവിഷൻ മാരത്തോണിന്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എക്കണോമിക്സ് ആണ്. അപ്പൊ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും ഈ ഒരൊറ്റ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഭരണഘടന ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവർ എന്ത് ചെയ്യുക, അത് കാണാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതിന് കൂടെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യുക, രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കളയാതെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നു, ഭാരതത്തില് 1 രൂപ നോട്ട് പുറത്തിറക്കുന്നത് ആരാണ്? ആരാണ് 1 രൂപ നോട്ട് പുറത്തിറക്കുന്നത്? ഇപ്പൊ നോട്ട് എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ നോട്ട് പുറത്തിറക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആരാണ് ആദ്യം വരിക? RBI ആണ് അല്ലെ. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം, 1 രൂപ നോട്ടാണ്. അതായത് നാണയങ്ങള് അതുപോലെ തന്നെ 1 രൂപ നോട്ടൊക്കെ പുറത്തിറക്കുന്നത് ആരാണ്? ധനകാര്യ മന്ത്രാലയമാണ്. അതായത് ഇന്ത്യ ഗവൺമെന്റിന്റെ ധനകാര്യ മന്ത്രാലയമാണ് 1 രൂപ നോട്ടുകളും അതുപോലെ തന്നെ കോയിൻസ് ഒക്കെ പുറത്തിറക്കുന്നത്. ഓക്കെ, അപ്പൊ 1 രൂപ നോട്ട് ഒഴികെയുള്ള നോട്ടുകളൊക്കെയാണ് RBI പുറത്തിറക്കുന്നത്. ആ ഒരു കാര്യം അവിടെ എന്ത് ചെയ്യാം, ഓർത്തു വെക്കാം. അപ്പം ഈ ഒരു ഭാഗം RBIയുമായി ബന്ധപ്പെട്ട് ചോദിച്ചതാണ് അല്ലെ. മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഒരു RBIയുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് RBIയുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. അങ്ങനെയാണെങ്കിൽ RBI എന്ന് പറയുന്നത് നമ്മുടെ എന്ത് ബാങ്കാണ്? RBI എന്ന് പറയുന്നത് ഒരു പൊതുമേഖലാ ബാങ്കാണോ? അതായത് RBI എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് ആണ് അല്ലെ. നമ്മുടെ രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് ആണ് ഏതെന്ന് പറയുന്നത്? RBI അഥവാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതായത് ഓരോ രാജ്യത്തിനും ഓരോ സെൻട്രൽ ബാങ്ക് ഉണ്ടായിരിക്കും. ആ രാജ്യത്തിന്റെ മൊത്തം സമ്പദ് വ്യവസ്ഥയൊക്കെ കോർഡിനേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒക്കെ അവിടുത്തെ ഒരു ബാങ്ക് ഉണ്ടായിരിക്കും. ആ ഒരു ബാങ്കാണ് ആ രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യം എന്ന് പറയുമ്പോൾ ഇന്ത്യയാണ് അല്ലെ. നമ്മുടെ ഇന്ത്യയില് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് RBI ആണ്. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കാം. നമ്മുടെ രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് ആണ് എന്തെന്ന് പറയുന്നത്? RBI എന്ന് പറയുന്നത്. ഇനി RBI രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ട്. എന്താണ് അതിന്റെ പേര്? എന്തായിരുന്നു? ഹിൽട്ടൺ യങ് കമ്മിറ്റി അല്ലെ. ഹിൽട്ടൺ യങ് കമ്മിറ്റിയാണ്. ഹിൽട്ടൺ യങ് കമ്മിറ്റിയാണ് RBI രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മിറ്റി എന്ന് പറയുന്നത്. അതിനെ മറ്റൊരു പേരിലും വിളിക്കാറുണ്ട്, റോയൽ കമ്മിറ്റി എന്നും ചിലപ്പം കാണാം. ഓക്കെ, അപ്പൊ റോയൽ കമ്മിറ്റി എന്ന് ചോദിച്ചാലും കറക്റ്റ് തന്നെയാണ്. ഹിൽട്ടൺ യങ് കമ്മിറ്റി എന്ന് ചോദിച്ചാലും എന്ത് തന്നെയാണ്, കറക്റ്റ് തന്നെയാണ് എന്ന് ഓർത്തു വെക്കാം. ഇനി എന്നാണ് RBI രൂപീകരിച്ചത്? RBI എന്നാ രൂപീകരിച്ചത്? 1935 ആണ് അല്ലെ. 1935 ഏപ്രിൽ 1. അപ്പം 1935 ഏപ്രിൽ 1-നാണ് RBI രൂപീകരിക്കുന്നത്. ഓക്കെ, 1934-ലെ RBI ആക്ട് പ്രകാരമാണ് RBI രൂപീകരിക്കുന്നത്. 1935 ഏപ്രിൽ 1-നാണ്. RBI ആക്ട് എന്ന് ചോദിച്ചാൽ എന്താണ്? അത് 1934 ആണ്. ക്ലിയർ അല്ലേ? ഓർത്തു വെച്ചേക്കണം. 1934-ലെ ആക്ട് പ്രകാരമാണ് 35-ൽ എന്ത് രൂപീകരിക്കുന്നത്? RBI രൂപീകരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്, RBIയുടെ തലവൻ എന്നറിയപ്പെടുന്നത് ആരാണ്? RBIയുടെ തലവൻ അതാണ് ഗവർണർ. ഓക്കെ, അപ്പൊ RBIയുടെ തലവനാണ് ഗവർണർ. പരീക്ഷയ്ക്ക് എപ്പോഴും കറണ്ട് അഫയേഴ്സിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, നിലവിലെ RBIയുടെ ഗവർണർ ആര്? അങ്ങനെയാണെങ്കിൽ ആരാണ് നിലവിലെ RBIയുടെ ഗവർണർ എന്ന് പറയുന്നത്? അദ്ദേഹത്തിന്റെ പേരാണ് സഞ്ജയ് മൽഹോത്ര അല്ലെ. സഞ്ജയ് മൽഹോത്രയാണ് നിലവിലെ RBIയുടെ ഗവർണർ എന്ന് പറയുന്നത്. 26-ാമത്തെ ഗവർണർ ആണെന്ന കാര്യം കൂടി എന്ത് ചെയ്യുക, അവിടെ ഓർത്തു വെച്ചേക്കാം. അപ്പൊ നിലവിലെ RBIയുടെ ഗവർണർ എന്ന് പറയുന്നത് ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. 26-ാമത്തെ ഗവർണർ ആണ്. അങ്ങനെയാണെങ്കിൽ RBIയുടെ ആദ്യത്തെ ഗവർണർ ആരാണ്? ആരായിരുന്നു RBIയുടെ ആദ്യത്തെ ഗവർണർ? അദ്ദേഹത്തിന്റെ പേരാണ് സർ ഓസ്ബോൺ സ്മിത്ത് അല്ലെ. എന്താ അദ്ദേഹത്തിന്റെ പേര്? സർ ഓസ്ബോൺ സ്മിത്ത്. എന്നാൽ കറൻസിയിൽ സൈൻ ചെയ്ത ആദ്യത്തെ ഗവർണർ ചോദിച്ചാൽ അതാരാണ്? അത് ജെയിംസ് ടെയ്ലർ ആണ് കേട്ടോ. ജെയിംസ് ടെയ്ലർ. ഓക്കെ, ജെയിംസ് ടെയ്ലർ ആണ് ആദ്യമായിട്ട് കറൻസിയിൽ ഒപ്പുവെക്കുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കാം. RBI രൂപീകരിച്ചത് 1935 ഏപ്രിൽ 1-നാണ്. ആക്ട് ആണെങ്കിൽ 34-ആണ് അല്ലെ. അതായത് തൊട്ട് മുന്നത്തെ വർഷം. ഇനി RBIയുടെ ഗവർണർ നമ്മൾ പറഞ്ഞു. ആദ്യത്തെ ഗവർണർ ആരാണ്? സർ ഓസ്ബോൺ സ്മിത്ത് ആണ്. കറൻസിയിൽ ഒപ്പുവെച്ച ആദ്യത്തെ ഗവർണർ ആണെങ്കിൽ അത് ജെയിംസ് ടെയ്ലർ ആണ്. നിലവിലെ ആളാരാണ്? അത് സഞ്ജയ് മൽഹോത്രയാണ്. 26-ാമത്തെ ഗവർണർ ആണ്. ഓക്കെ, ഇനി എവിടെയാണ് നമ്മുടെ RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്? ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് നിലവിൽ നമുക്കറിയാം മുംബൈ ആണ് അല്ലെ. മുംബൈ ആണ് RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ RBI രൂപീകരിക്കുന്ന സമയത്ത് മുംബൈ അല്ലായിരുന്നു, അത് എവിടെയായിരുന്നു? കൊൽക്കത്തയായിരുന്നു കേട്ടോ. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. RBIയുടെ രൂപീകരിക്കുന്ന സമയത്ത് എവിടെയായിരുന്നു അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? കൊൽക്കത്തയാണ്. 1937 എന്നാണ്. 1937-ലാണ് എങ്ങോട്ടേക്ക് മാറ്റുന്നത്? മുംബൈയിലോട്ടേക്ക് മാറ്റുന്നത്.
ഓക്കെ, അപ്പൊ 37 വരെ എവിടെയായിരുന്നു? കൊൽക്കത്തയായിരുന്നു. അങ്ങനെ 37ലാണ് എങ്ങോട്ടേക്ക് മാറ്റുന്നത്? മുംബൈയിലോട്ടേക്ക് മാറ്റുന്നത്. ഇപ്പൊ നിലവിൽ എവിടെയാണ്? മുംബൈ തന്നെയാണ് കേട്ടോ. അപ്പം RBIയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇപ്പൊ നിലവിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ മുംബൈ ആണ്. ഇനി എന്നാണ് RBI ദേശസാൽക്കരിച്ചത്? എന്നാണ്? 1949. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും വർഷങ്ങൾ ഓർത്ത് വെച്ചേക്കണം. 1934, 35, അതുപോലെ തന്നെ 37, 49 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർഷങ്ങളാണ്. 34ലാണ് RBI ആക്ട്, 35ല് RBI നിലവിൽ വന്നു, 37ല് ഹെഡ്ക്വാർട്ടേഴ്സ് കൊൽക്കത്തയിൽ നിന്ന് മുംബൈയിലോട്ടേക്ക് മാറ്റി, 49ലാണ് എന്ത് സംഭവിക്കുന്നത്? RBIയുടെ ദേശസാൽക്കരണം. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത് പഠിക്കേണ്ടത് RBIയുടെ ധർമ്മങ്ങളെ കുറിച്ചിട്ടാണ്. എന്തൊക്കെ ഫങ്ഷൻസ് ആണ് RBIക്ക് ഉള്ളത്? എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം നോട്ട് അച്ചടിക്കൽ തന്നെയാണ് അല്ലെ. അതായത് 1 രൂപ നോട്ട് ഒഴികെയുള്ള നോട്ടൊക്കെ അച്ചടിക്കുന്നത് എവിടെയാണ്? ആരാണ്? RBI ആണ്. അവരുടെ പ്രസ്സുകൾ ഉണ്ട് അല്ലെ. ഏതൊക്കെയാണ് പ്രസ് എന്നും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അതിന്റെ മുന്നേ ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥയിലുള്ള പ്രസ്സും ഉണ്ട്, അതുപോലെ തന്നെ RBIയുടെ ഡയറക്റ്റ് ഉടമസ്ഥയിലുള്ള പ്രസ്സും ഉണ്ട്. അപ്പം ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥയിലുള്ള പ്രസ്സാണ് നാസിക്കും അതുപോലെ തന്നെ ദേവാസും. അതായത് നാസിക്കിലും ദേവാസിലുമാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഉടമസ്ഥയിലുള്ള പ്രസ്സുകൾ വരുന്നത്. അതുപോലെ തന്നെ RBIയുടെ ഉടമസ്ഥയിൽ വരുന്ന പ്രസ്സാണ് ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ ലിമിറ്റഡും അതുപോലെ തന്നെ സാൽബോണി ഇവിടെയൊക്കെയാണ് നോട്ട് പ്രസ് ചെയ്യുന്നത്. അപ്പം ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഉടമസ്ഥയിൽ വരുന്നതാണ് നാസിക്കും അതുപോലെ തന്നെ ദേവാസും. പിന്നെ നമ്മുടെ RBIയുടെ ഡയറക്റ്റ് ഉടമസ്ഥയിൽ വരുന്നതാണ് ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ ലിമിറ്റഡും അതുപോലെ തന്നെ സാൽബോണി. അതുപോലെ തന്നെ മിന്റുകൾ എന്ന് പറയുമ്പോൾ നാണയങ്ങൾ അച്ചടിക്കുന്ന സ്ഥലമാണ്. അപ്പൊ നാണയങ്ങൾ അച്ചടിക്കുന്ന മിന്റുകൾ എവിടേക്കാണെന്ന് ചോദിച്ചാൽ അത് മുംബൈ ഉണ്ട്, ഹൈദരാബാദ്, അതുപോലെ തന്നെ കൊൽക്കത്ത, നോയിഡ. ഏതൊക്കെയാണ്? മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത, നോയിഡ ഇവിടെയൊക്കെയാണ് മിന്റുകൾ ഉള്ളത്. ഓക്കെ, മിന്റുകൾ എന്ന് പറഞ്ഞാൽ നാണയങ്ങൾ അച്ചടിക്കുന്ന സ്ഥലമാണ്. അപ്പൊ എവിടേക്കാണ് നാണയങ്ങൾ അച്ചടിക്കുന്ന സ്ഥലം ഉള്ളത്? മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത, നോയിഡ. പഠിച്ചു വെച്ചേക്കണം, ചോദിക്കാം. ഓക്കെ, അപ്പം ആ ഒരു ഫങ്ഷൻസ് ഓർത്ത് വെക്കാം. ഇനി ഇവിടെ കുറച്ച് നിയമങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് നമ്മൾ പറഞ്ഞൂലേ ഈ പറഞ്ഞ നാണയങ്ങളൊക്കെ അച്ചടിക്കാനുള്ള അധികാരം കേന്ദ്ര, അതായത് ഇന്ത്യ ഗവൺമെന്റിന്റെ ധനകാര്യ മന്ത്രാലയത്തിനാണെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു അധികാരം അവർക്ക് കിട്ടിയത് ഏത് നിയമം അനുസരിച്ചിട്ടാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? 1906ലെ കോയിനേജ് ആക്ടും അതുപോലെ തന്നെ 2011ലെ കോയിനേജ് ആക്ടും ആണ്. ഓക്കെ, ആ 2 വർഷം ഓർത്ത് വെക്കണം. 1906ലെ കോയിനേജ് ആക്ടും അതുപോലെ തന്നെ 2011ലെ കോയിനേജ് ആക്ടും. ഈ ഒരു ആക്ട് പ്രകാരമാണ് കേന്ദ്ര ഗവൺമെന്റിന് അല്ലെങ്കിൽ ധനകാര്യ മന്ത്രാലയത്തിന് ഈ പറഞ്ഞ പോലെ 1 രൂപ നോട്ടും അതുപോലെ തന്നെ കോയിൻസ് ഒക്കെ അച്ചടിക്കാനുള്ള അധികാരം കിട്ടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു നിയമമാണ് 1835ലെ പേപ്പർ കറൻസി ആക്ട്. അതും വേണമെങ്കിൽ ചോദിക്കാം. പേപ്പർ കറൻസി ആക്ട് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 1835. അപ്പൊ ഇതെന്താണ്? പേപ്പർ കറൻസി ആക്ട്. എന്നാൽ 1906ഉം 2011ഉം ഈ 2 വർഷം ഏതാണ്? കോയിനേജ് ആക്ട് ആണ് കേട്ടോ. 1906ഉം 2011ലും കോയിനേജ് ആക്ട് ആണ്. 1835ലാണ് ഏതാ? പേപ്പർ കറൻസി ആക്ട്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്തൊരു ഫംഗ്ഷനിലോട്ട് പോകാം. അടുത്തൊരു RBIയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പണത്തിന്റെ അളവും വായ്പയും ഒക്കെ നിയന്ത്രിക്കലാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും ഒക്കെ ആരാണ്? RBI ആണ് അല്ലെ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുന്ന പണപ്പെരുപ്പം അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? RBI ആണ്. ഓക്കെ, അപ്പൊ പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഇൻഫ്ലേഷൻ ആണ് ഇപ്പൊ സംഭവിക്കുന്നതെങ്കിൽ അവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഐഡിയ ആർക്കുണ്ട്? RBIക്ക് ഉണ്ട് അല്ലെ. ആ സമയത്ത് എന്തൊക്കെ കരുതലുകൾ എടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? RBI ആണ്. അപ്പം എന്താണ് പണപ്പെരുപ്പം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പണപ്പെരുപ്പം എന്ന് പറയുമ്പോൾ അല്ലെ ആ ഒരു വാക്കിൽ തന്നെ ഉണ്ട്. അതായത് മാർക്കറ്റിൽ പണം കൂടുതലായിരിക്കും. ഓക്കെ, അതായത് പണത്തിന് ആനുപാതികമായിട്ടുള്ള സാധന സേവനങ്ങൾ ലഭ്യമല്ലാതായി കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും? പണം മാത്രം കൂടും അല്ലെ. അതായത് പണത്തിന്റെ അളവ് കൂടുതലായിരിക്കും, പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള സാധന സേവനങ്ങൾ ലഭ്യമല്ലെങ്കിൽ അവിടെ എന്തെന്ന് വിളിക്കാം? നമുക്ക് ആ ഒരു സിറ്റുവേഷനെ പണപ്പെരുപ്പം എന്ന് വിളിക്കാം. ഇപ്പൊ സാധന സേവനങ്ങളുടെ അളവ് കുറവാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ സാധാരണ നമുക്കിപ്പോ ഒരു കാര്യത്തിന് ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും? അതിന്റെ വില കൂടും അല്ലെ. അതായത് ഒരു സാധനം കിട്ടാനില്ലെങ്കിൽ അതിന്റെ ഡിമാൻഡ് കൂടും. അപ്പൊ ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന്റെ വില കൂടും. അപ്പൊ ആ ഒരു അവസ്ഥ, അതായത് സാധന സേവനങ്ങളുടെ വില കൂടുന്ന ഒരു അവസ്ഥയാണ് ഏത്? പണപ്പെരുപ്പം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇന്ത്യയില് പണപ്പെരുപ്പം കണക്കാക്കുന്നത് ഉപഭോക്തൃ വില സൂചിക പ്രകാരമാണ് കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചേക്കണം, വേണമെങ്കിൽ ചോദിക്കാം. ഇന്ത്യയില് പണപ്പെരുപ്പം കണക്കാക്കുന്നത് ഉപഭോക്തൃ വില സൂചിക പ്രകാരമാണ്. ക്ലിയർ അല്ലേ? അതും കൂടി ഓർത്ത് വെക്കാം. അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന് കീഴിലുള്ള നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ് ഇത് തയ്യാറാക്കുന്നത്.
ഓക്കെ, അപ്പൊ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അഥവാ NSO ആണ് ഇത് തയ്യാറാക്കുന്നത് എന്ന കാര്യം കൂടി എന്ത് ചെയ്യുക, അവിടെ ഓർത്തു വെച്ചേക്കാം. ഇനി ഇവിടെ എങ്ങനെയൊക്കെയാണ് വായ്പകളൊക്കെ നിയന്ത്രിക്കുന്നത് എന്ന് നോക്കാം അല്ലെ. നമ്മൾ പറഞ്ഞു പണപ്പെരുപ്പമുള്ള സമയത്ത് വായ്പകളൊക്കെ നിയന്ത്രിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെ രീതിയിലാണ് വായ്പകളൊക്കെ നിയന്ത്രിക്കുന്നത് എന്ന് നോക്കാം. അതിൽ തന്നെ രണ്ട് രീതിയിലാണ് ഈ ഒരു ഉപാധികൾ വന്നിട്ടുള്ളത്. ഒന്ന് അളവുപരമായിട്ടുള്ള ഉപാധികളുണ്ട്, അതുപോലെ തന്നെ ഗുണപരമായിട്ടുള്ള ഉപാധികളുണ്ട്. അളവുപരമായിട്ടുള്ള ഉപാധികൾ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ളത് കേട്ടോ, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ളത്, ഇത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ളത് അഥവാ അളവുപരമായിട്ടുള്ള ഉപാധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് വായ്പകൾ നിയന്ത്രിക്കുന്നത് നോക്കാം. അതായത് ബാങ്കിൽ, അതായത് RBIന്റെ കീഴിൽ കുറെ റേറ്റുകൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ബാങ്ക് റേറ്റ് വരുന്നുണ്ട്, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, CRR, അങ്ങനെ ഒരുപാട് റേറ്റുകൾ വരുന്നുണ്ട്. ആ റേറ്റിലൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, വായ്പകളൊക്കെ നിയന്ത്രിക്കാനായിട്ട് RBIക്ക് കഴിയും. ഓക്കെ, അതൊക്കെയാണ് അളവുപരമായിട്ടുള്ള അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഉപാധികൾ എന്ന് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഉപാധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർജിൻ ഒക്കെ വെച്ചുകൊണ്ട്, അതായത് എത്രയാണ് ലോൺ കൊടുക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാർജിൻ വെച്ചുകൊണ്ടൊക്കെ തീരുമാനിക്കുക. അതുപോലെ തന്നെ ധാർമ്മിക പ്രേരണ അല്ലെ, ധാർമ്മിക പ്രേരണ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആർക്കാണോ ലോൺ കിട്ടേണ്ടത് അവർക്കാണെന്ന് ഉറപ്പ് വരുത്തുക അല്ലെ. അതായത് ആർക്കാണോ പണം ആവശ്യമുള്ളത് അവർക്ക് തന്നെയാണ് ലോൺ കിട്ടുന്നതെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അതായത് അവർ എന്ത് ആവശ്യത്തിനാണ് ആ ലോൺ എടുക്കുന്നത് ആ ഒരു ആവശ്യത്തിന് തന്നെ ആയിരിക്കണം ലോൺ എടുക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ പണം ലോൺ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ലോൺ കിട്ടേണ്ടവർക്ക് ലോൺ കൊടുക്കാനായിട്ട് വാണിജ്യ ബാങ്കുകളൊക്കെ എന്ത് ചെയ്യുക, ഉപദേശിക്കുക. ഇതൊക്കെ ഒരു ധാർമ്മിക പ്രേരണയുടെ ഭാഗമാണ്. അതൊക്കെ എന്താണ്, ഒരു ഗുണപരമായിട്ടുള്ള ഉപാധികളാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഈ പറഞ്ഞ റേറ്റുകളെ കുറിച്ചിട്ടാണ്. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്, പരീക്ഷയിൽ ചോദിക്കുന്നതാണ്. ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് റേറ്റുകൾ എന്ന് നോക്കാം. ഒന്നാമത്തേതാണ് റിപ്പോ റേറ്റ്. ഓക്കെ, റിപ്പോ റേറ്റ് ഉണ്ട്, റിവേഴ്സ് റിപ്പോ റേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ബാങ്ക് റേറ്റ്. ഇതാദ്യം നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കണം. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാലാണ് നമുക്ക് ഓരോ കാര്യം പറയുമ്പോഴും ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, ചെയ്യാൻ പാടില്ലാത്തത്, അങ്ങനത്തെ കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് റിപ്പോ റേറ്റ് ആണ്. ഈ റിപ്പോ റേറ്റ് അതേ മീനിങ്ങിൽ വരുന്നതാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ റിപ്പോ റേറ്റും അതേ മീനിങ് തന്നെയാണ് എന്തിനു വരുന്നത്, ബാങ്ക് റേറ്റിന് വരുന്നത്. അപ്പം എന്താണ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാല്, റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. അതായത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടാണ് അതിന്റെ റേറ്റ് കുറച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചോദിക്കാനൊക്കെ നല്ല സാധ്യത ഉള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പൊ റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം നമ്മൾ പഠിച്ചില്ലേ, വാണിജ്യ ബാങ്കുകളൊക്കെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ ആരാണ്, അതായത് നമ്മുടെ രാജ്യത്തെ ബാങ്കുകളൊക്കെ കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും ഒക്കെ ആരാണ് നമ്മുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള RBI ആണ്. അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ വാണിജ്യ ബാങ്കുകൾക്കൊക്കെ ഏതെങ്കിലും തരത്തില് പണത്തിന്റെ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ, അതായത് അവർക്ക് പണത്തിന്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അവരാരെയാണ് സമീപിക്കുക, ആരെയായിരിക്കും, റിസർവ് ബാങ്കിനെയാണ് അല്ലെ. അതായത് നമുക്ക് ഇപ്പൊ പണത്തിന്റെ ഷോർട്ട് വന്നു കഴിഞ്ഞാൽ, നമുക്ക് പണത്തിന് ആവശ്യമായി വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടേക്ക് പോകും, നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിലോട്ട് പോകും അല്ലെ, ലോണിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെയാണ് ബാങ്കുകൾക്ക് അവരുടെ പണത്തിൽ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ അവർ ആരെ സമീപിക്കും, റിസർവ് ബാങ്കിനെ സമീപിക്കും. ഓക്കെ, അപ്പൊ റിസർവ് ബാങ്ക് എന്ത് ചെയ്യും, തീർച്ചയായിട്ടും ലോൺ കൊടുക്കും അല്ലെ. റിസർവ് ബാങ്ക് ഇവർക്ക് ലോൺ കൊടുക്കും. ആ ലോൺ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ കാലത്തേക്കാണെങ്കിൽ, ഓക്കെ, അതായത് ഒരു ഷോർട്ടേജ് പർപ്പസിനാണെങ്കിൽ, വളരെ കുറഞ്ഞ കാലത്തേക്കാണെങ്കിൽ അതിന് ആ ഒരു റേറ്റ് ഉണ്ടാവുമല്ലോ. അതായത് ആ ലോൺ കൊടുക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് ഈടാക്കും അല്ലെ. നമ്മളിപ്പോ ബാങ്കിൽ ലോൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ മേലിൽ ഇൻട്രസ്റ്റ് ഈടാക്കുന്നില്ലേ. അതേപോലെ തന്നെയാണ് RBIയിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാലോ ഈ പറഞ്ഞ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കൊക്കെ ഇൻട്രസ്റ്റ് ഈടാക്കും. ആ ഒരു റേറ്റ് ആണ് എന്താ, റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതും എങ്ങനെയാണെങ്കിൽ ഒരു ഷോർട്ടേജ് അളവിലേക്ക് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ അളവിലേക്കാണ്, വളരെ കുറഞ്ഞ കാലത്തേക്കാണ് ആ ഒരു ലോൺ എടുക്കുന്നതെങ്കിൽ അത് ആ ഒരു റേറ്റ് ആയിരിക്കും റിപ്പോ റേറ്റ്. ഇനി ഒരു ലോങ് ടേം ആണെങ്കിൽ, അതായത് ആ ലോൺ എടുത്തത് ഒരു ലോങ് ടേമിലേക്കാണെങ്കിൽ അതിന്റെ ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടല്ലോ, ആ റേറ്റിനെ പറയുന്നതാണ് ഇത് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. അപ്പം റിപ്പോ റേറ്റും ബാങ്ക് റേറ്റും സെയിം മീനിങ്ങിൽ വരുന്നതാണ്. ആർക്കാണ് ഈടാക്കുന്നത്, റിസർവ് ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ഈടാക്കുന്ന റേറ്റ് ആണ് എന്താ, ഈ പറഞ്ഞ റിപ്പോ റേറ്റും ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നിലവിലെ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 5.25% കേട്ടോ. 5.25% റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്, പഠിക്കണം. 5.25% റിപ്പോ റേറ്റ്. ബാങ്ക് റേറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി കൂടും, ലോങ് ടേം അല്ലേ, അതുകൊണ്ട് തന്നെ 5.75% ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. കാരണം എന്താ, ലോങ് ടേമിലേക്ക് എടുക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് റേറ്റ് കൂടും. 5.75% ആയിരിക്കും ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ മനസ്സിലുണ്ടാവണം, ബാങ്ക് റേറ്റ് അല്ലെങ്കിൽ റിപ്പോ റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ആർക്കാണ് ഈടാക്കുന്നത്, RBI കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ഈടാക്കുന്നതാണ്. അവരെടുക്കുന്ന ലോണിന് മുകളിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഏത്, റിപ്പോ റേറ്റ് ആണെങ്കിലും ബാങ്ക് റേറ്റ് ആണെങ്കിലും.
എന്നാൽ ഇതിൽ നിന്ന് ഓപ്പോസിറ്റ് ആണ് ആരെന്ന് പറയുന്നത്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് അല്ലെ. ആ ഒരു പേരിൽ തന്നെ ഉണ്ട്, റിവേഴ്സ് ആണ്. അപ്പൊ റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും? അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ വാണിജ്യ ബാങ്കുകളൊക്കെ ഉണ്ടല്ലോ, ഇവരുടെ കയ്യിൽ കൂടുതൽ പണം ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് അവർക്ക് എങ്ങനെ പണം കിട്ടുന്നത്? ഈ പറഞ്ഞ പോലെ ജനങ്ങളിൽ നിന്ന് വാങ്ങുന്ന ഡെപ്പോസിറ്റുകൾ അല്ലെ, അങ്ങനെ ഡെപ്പോസിറ്റുകളൊക്കെ വാങ്ങി വെക്കുമ്പോൾ ഇവരുടെ കയ്യിൽ തോനെ പണവും അത് ആനുപാതികമായിട്ട് ലോൺ ആയിട്ട് പോയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ആ പണം അവിടെ അങ്ങനെ കുന്നുകൂടി കിടക്കും അല്ലെ. അങ്ങനെ കുന്നുകൂടി കിടന്നുകൊണ്ട് അവർക്കൊരു വരുമാനം ഒന്നും ഉണ്ടാവില്ല. അത് വേറെ എവിടെയെങ്കിലും കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഇൻട്രസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ അതൊരു വരുമാനമാണ്. അപ്പൊ അവരെന്ത് ചെയ്യും, അവർ നേരെ RBIയിലോട്ടേക്ക് പോകും. ഓക്കെ, അപ്പൊ ജനങ്ങൾക്ക് ലോൺ വേണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ആ പൈസ RBIയിലോട്ടേക്ക് കൊടുക്കും. അപ്പൊ RBI എന്ത് ചെയ്യും, തീർച്ചയായിട്ടും അത് വാങ്ങി വെക്കും. അവരൊരു ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന പോലെ എന്ത് ചെയ്യും, വാണിജ്യ ബാങ്കുകളിൽ നിന്ന് ആ ഒരു എമൗണ്ട് വാങ്ങി വെക്കും അല്ലെ. വെറുതെ ഒന്നും വാങ്ങി വെക്കില്ല. ഒരു ഡെപ്പോസിറ്റ് നമ്മൾ സ്വീകരിച്ചാൽ എങ്ങനെയാണോ ഇൻട്രസ്റ്റ് കിട്ടുന്നത്, അതേപോലെ തന്നെ ഒരു ഇൻട്രസ്റ്റ് ആർക്ക് കൊടുക്കും, വാണിജ്യ ബാങ്കുകൾക്ക് കൊടുക്കും. ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വാണിജ്യ ബാങ്കുകള് റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണത്തിന് നൽകുന്ന പലിശയാണ് എന്ത്, റിവേഴ്സ് റിപ്പോ റേറ്റ്. ക്ലിയർ അല്ലേ? അപ്പൊ റിപ്പോ റേറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ എന്താ ചെയ്യുന്നത്, വാണിജ്യ ബാങ്കുകൾ കൊണ്ടിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എവിടെ, RBIയിൽ. അപ്പൊ RBI എന്ത് ചെയ്യുന്നു, അവർക്കൊരു ഡെപ്പോസിറ്റിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന പോലെ ഒരു ഇൻട്രസ്റ്റ് കൊടുക്കും. അതിനെയാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നിലവിലെ റിവേഴ്സ് റിപ്പോ റേറ്റ് എത്രയാണെന്നും കൂടി ഓർത്തു വെച്ചേക്കുക. എത്രയാണ്, 3.35%. ക്ലിയർ അല്ലേ? വളരെ കുറവാണ് അല്ലെ. മറ്റേത് റിപ്പോ റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, 5.25%. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, 3.35. കുറവാണ് അല്ലെ. എന്തായിരിക്കും സാധാരണ നമുക്കറിയില്ലേ, ലോണിന്റെ ഇൻട്രസ്റ്റ് ആണോ ഡെപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് ആണോ കൂടുതൽ ഉണ്ടാവുക? ഏതായിരിക്കും, ലോണിന്റെ ഇൻട്രസ്റ്റ് ആണ് അല്ലെ. ലോണിന്റെ ഇൻട്രസ്റ്റ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. നമ്മൾ ഇടുന്ന ഡെപ്പോസിറ്റിന് അത്രയും ഇൻട്രസ്റ്റ് കിട്ടില്ല. അതേപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ റിപ്പോ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ലോൺ ആയിട്ട് കണക്കാക്കിയാൽ മതി. അപ്പം 5.25% റിപ്പോ റേറ്റും ബാങ്ക് റേറ്റ് ആണെങ്കിൽ 5.75%. ഇനി റിവേഴ്സ് റിപ്പോ റേറ്റ് ആണെങ്കിൽ എത്രയാണ്, 3.35%. ആ റേറ്റ് ഒക്കെ പഠിച്ചു വെച്ച് പോണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് പണപ്പെരുപ്പം ഉള്ള സമയത്ത് പരീക്ഷയിൽ ചോദിക്കുന്നതാണ്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട്. പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ നടക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റിലും എന്ത് മാറ്റാണ് വരുത്തുക, എന്ത് മാറ്റവും വരുത്താം? ഒന്ന് ആലോചിച്ച് നോക്കൂ. പണപ്പെരുപ്പമാണ്, ഇൻഫ്ലേഷൻ ആണ്. ആ ഒരു സമയം നമുക്ക് മനസ്സിലുണ്ടാവണം. പണപ്പെരുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, സാധന സേവനങ്ങളുടെ ഒക്കെ വില കൂടുതലായിരിക്കും, ആളുകളുടെ കയ്യിലൊക്കെ പണമുണ്ട്. ആളുകളുടെ ഒക്കെ കയ്യിൽ പണമുള്ള ഒരു അവസ്ഥയായിരിക്കും ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ബാങ്ക് അല്ലെങ്കിൽ RBI എന്താവും ചെയ്യുക, റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റിലും എന്ത് മാറ്റാണ് വരുത്തുക, എന്തായിരിക്കും ചെയ്യുക, കൂട്ടും അല്ലെ. റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും എന്ത് ചെയ്യും, ഉയർത്തും. ഇൻഫ്ലേഷൻ നടക്കുന്ന സമയത്ത് റിപ്പോയും റിവേഴ്സ് റിപ്പോയും കൂടും. ഓക്കെ, പണപ്പെരുപ്പം ഉള്ളപ്പോൾ റേറ്റുകളും കൂടുന്നു ഓർത്തു വെക്കാം. അത് എന്തുകൊണ്ടാണ് അവിടെ കൂടുന്നത്, എന്തുകൊണ്ടായിരിക്കും? ഇപ്പൊ ജനങ്ങളുടെ കയ്യിലൊക്കെ പണമുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് കൊടുക്കണ്ട അവർക്ക്, ലോണ് കൊടുക്കണ്ട അല്ലെ. ലോണ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അവിടെ. അപ്പൊ ഈ RBI എന്ത് ചെയ്യും, അതായത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ RBIനെ ലോണിന് വേണ്ടി സമീപിക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യുന്നു, ഇവരുടെ ഈ റിപ്പോ റേറ്റ് ഉണ്ടല്ലോ, ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് ലോണിന് മുകളിൽ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് അല്ലേ, ഇതങ്ങ് ഉയർത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വാണിജ്യ ബാങ്കുകൾ എന്ത് ചെയ്യും, ഇവിടുന്ന് ലോൺ എടുക്കുന്നത് കുറയ്ക്കും അല്ലെ. നമുക്കറിയാം, നമുക്ക് എവിടെയെങ്കിലും ഇൻട്രസ്റ്റ് കൂടി കഴിഞ്ഞാൽ അവിടുന്ന് ലോൺ എടുക്കാനുള്ള സാധ്യത ഉണ്ടോ, കുറവായിരിക്കും അല്ലെ. കാരണം എന്താ, ഇൻട്രസ്റ്റ് കൂടി കഴിഞ്ഞാൽ നമ്മൾ ലോൺ എടുക്കാനൊന്നും മടിക്കും. അതേപോലെ തന്നെയാണ് വാണിജ്യ ബാങ്കുകൾ എന്ത് ചെയ്യും, RBIയിൽ നിന്ന് ലോൺ എടുക്കുന്നത് കുറയ്ക്കും. കാരണം എന്താ, റിപ്പോ റേറ്റ് കൂടിയിട്ടുണ്ട്. അത് കാരണം അവരെന്ത് ചെയ്യും, വാണിജ്യ ബാങ്കുകൾ ലോൺ എടുക്കില്ല. അപ്പൊ വാണിജ്യ ബാങ്കുകളുടെ കയ്യിൽ പണം കുറവായി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അതായത് ജനങ്ങൾക്ക് ലോൺ കൊടുക്കുന്നത് കുറയ്ക്കും. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, വീണ്ടും ഈ പറഞ്ഞ പോലെ ഇൻഫ്ലേഷൻ കൂട്ടുന്നത് കുറയ്ക്കാനായിട്ട് സാധിക്കും. ക്ലിയർ അല്ലേ? അതേപോലെ തന്നെയാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു ഡെപ്പോസിറ്റ് എന്ന രീതിയിൽ മനസ്സിലാക്കണം അല്ലെ. അതായത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അവരുടെ കയ്യിലുള്ള അധികം പണം RBIയിലേക്ക് കൊണ്ടിടുമ്പോൾ RBI അവർക്ക് കൊടുക്കുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇത് കൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് എവിടെയെങ്കിലും ഡെപ്പോസിറ്റിന് നല്ല ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും അല്ലെ. അതേപോലെ തന്നെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ കൊമേഴ്ഷ്യൽ ബാങ്കുകളൊക്കെ ജനങ്ങൾക്ക് ലോൺ കൊടുക്കുന്നതിന് പകരമായിട്ട് ഇവരെന്ത് ചെയ്യും, ഇവർ കൂടുതൽ പൈസ RBIയിലേക്ക് കൊണ്ടുപോയിടും. ഓക്കെ, കാരണം എന്താ, അവിടെ നിന്നാണ് ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. അപ്പൊ അവിടേക്ക് കൊണ്ടുപോയിടും. അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇവരുടെ കയ്യിൽ പണം, വാണിജ്യ ബാങ്കുകളുടെ കയ്യിൽ പണം ഉണ്ടാവില്ല ലോൺ കൊടുക്കാനായിട്ട്. അപ്പൊ വീണ്ടും മാർക്കറ്റിലേക്ക് ലോൺ പോവില്ല. അപ്പൊ അങ്ങനെ ആലോചിക്കുക, ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് ഈ പറഞ്ഞ പോലെ റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും എന്താണ് ചെയ്യാറുള്ളത്, കൂട്ടുകയാണ് ചെയ്യാറ്. ഇനി പണപ്പെരുപ്പം അല്ലാത്ത സമയങ്ങളിൽ നേരെ തിരിച്ച് ചെയ്യും. അതായത് റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും കുറയ്ക്കുകയാണ് ചെയ്യുക.
ഓക്കെ, ക്ലിയർ അല്ലേ? പഠിച്ചു പോണട്ടോ, അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഇനി അടുത്തത് CRR ആണ്. CRR എന്ന് പറഞ്ഞാൽ എന്താ? ക്യാഷ് റിസർവ് റേഷ്യോ ആണ്. മറ്റൊരു റേഷ്യോ ആണ് CRR എന്ന് പറയുന്നത്. CRR അഥവാ ക്യാഷ് റിസർവ് റേഷ്യോ ആണ്. എന്താണ് CRR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് CRR എന്ന് പറഞ്ഞാല്? അതായത് ഏതൊരു വാണിജ്യ ബാങ്കും അവരുടെ മൊത്തം ഡെപ്പോസിറ്റിന്റെ നിശ്ചിത പെർസെന്റേജ്, ഓക്കെ, നിശ്ചിത പെർസെന്റേജ് എവിടെ കൊണ്ടേ വെക്കണം? RBIയിൽ കൊണ്ടേ വെക്കണം. അതായത് ഏതൊരു കൊമേഴ്ഷ്യൽ ബാങ്ക് എടുത്തു കഴിഞ്ഞാലും അവർക്ക് ഡെപ്പോസിറ്റ് കിട്ടുമല്ലോ. അങ്ങനെ മൊത്തം അവരുടെ ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഡെപ്പോസിറ്റിന്റെ നിശ്ചിത ശതമാനം എങ്ങോട്ടേക്ക് കൊണ്ടുപോകണം? RBIയിലോട്ടേക്ക് കൊണ്ടുപോകണം. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കരുതൽ ധന അനുപാതം എന്ന് വിളിക്കുന്നത്. അല്ലെ, ഒരു കരുതലായിട്ട് അവിടെ കൊണ്ടിട്ട് നിക്ഷേപിക്കുക. ഓക്കെ, അപ്പൊ അതിനെയാണ് കരുതൽ ധന അനുപാതം എന്ന് പറയുന്നത്. നിലവില് 3% CRR എന്ന് പറയുന്നത് എന്ന കാര്യം കൂടി അവിടെ ഓർത്തു വെക്കുക. അതായത് വാണിജ്യ ബാങ്കുകളുടെ മൊത്തം ഡെപ്പോസിറ്റിന്റെ ഒരു നിശ്ചിത പെർസെന്റേജ് RBIയിൽ സൂക്ഷിക്കുന്നതിനെയാണ് CRR അഥവാ കരുതൽ ധന അനുപാതം എന്ന് വിളിക്കുന്നത് എന്ന കാര്യം അവിടെ ഓർത്തു വെക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ അത്രയാണ് നമുക്ക് ആ റേറ്റുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇനി ഇവിടെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ധനനയവും അതുപോലെ തന്നെ പണനയവും. എന്താണ് ധനനയം അഥവാ ഫിസിക്കൽ പോളിസി എന്ന് പറഞ്ഞാല് എന്താണ്? അതായത് നികുതി ചുമത്തല്, ഗവൺമെന്റ് ചെലവുകള്, അവയെ സംബന്ധിച്ചതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ധനനയം എന്ന് വിളിക്കുന്നത്. എന്നാൽ പണത്തിന്റെ അളവ്, പലിശ നിരക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു പോളിസിയാണ് ഏത്? പണനയം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ RBIയുടേത് ഏത് പോളിസി ആയിരിക്കും? ധനനയമാണോ പണനയമാണോ? RBIയുടേത് പലിശ നിരക്ക് എന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരും അല്ലെ? ഏതാണ്? മോണിറ്ററി പോളിസി അഥവാ പണനയമാണ് RBIയുടെ പോളിസി എന്ന് പറയുന്നത്. പണത്തിന്റെ അളവ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? RBI ആണ് അല്ലെ? അതുപോലെ തന്നെ പലിശ നിരക്കൊക്കെ തീരുമാനിക്കുന്നതും RBI ആണ്. അതുകൊണ്ട് തന്നെ മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ ആരുടെ പോളിസിയാണ്? RBIയുടെ പോളിസിയാണ്. എന്നാൽ നമ്മുടെ ധനകാര്യ മന്ത്രാലയത്തിന്റെ പോളിസിയാണ് ഏതാ? ധനനയം എന്ന് പറയുന്നത്. അവിടെയാണ് നികുതി ചുമത്തല്, ഗവൺമെന്റിന്റെ ചെലവുകള്, വരുമാനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട പോളിസിയാണ് ഏതാ? ധനനയം എന്ന് ഓർത്തു വെക്കട്ടോ, അഥവാ ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ അത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യന് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് ഹരിത വിപ്ലവം. എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട്. ചോദ്യം നോക്കാം. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയില് ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഹരിത വിപ്ലവത്തെ കുറിച്ചിട്ട് ആദ്യം ഒന്ന് നോക്കാം, എന്നിട്ട് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടി നമുക്ക് ചെയ്യാൻ എളുപ്പമാവുക. അപ്പം ഹരിത വിപ്ലവം എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഹരിത വിപ്ലവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം കൂട്ടുക അല്ലെ? നമ്മള് എന്താ പറയാ, ഭക്ഷ്യസാധനങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാതെ നമുക്ക് കഴിക്കേണ്ട ഭക്ഷണം നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്നൊരു ആശയത്തിൽ നിന്നാണ് എന്ത് വരുന്നത്? ഹരിത വിപ്ലവം ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതൽ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം കൂട്ടണമെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം. എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മുടെ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം കൂട്ടാനായിട്ട് സാധിക്കുക? എങ്ങനെയൊക്കെ ആയിരിക്കും? നല്ല അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഇറക്കണം അല്ലെ? നല്ല അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഇറക്കണം. അതുപോലെ തന്നെ രാസവളങ്ങൾ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും അല്ലെ? ജൈവവളങ്ങൾ കൊണ്ട് മാത്രം ചിലപ്പോൾ നല്ല റിസൾട്ട് കിട്ടണം എന്നില്ല. അപ്പൊ രാസവളങ്ങൾ കൂടി ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കീടനാശിനികളിലെ നമുക്കറിയാം എന്ത് കൃഷി ചെയ്ത് കഴിഞ്ഞാലും കീടങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിന് കീടനാശിനികൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ തരണം ചെയ്തിട്ട് കൂടുതൽ എന്ത് ചെയ്യുക? വിളവ് ഉണ്ടാക്കണം. അപ്പൊ കീടനാശിനികൾ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നല്ല പുത്തൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് വേണം കൃഷി ചെയ്യാനായിട്ട്. പിന്നെ എങ്ങനെയാണ്? കുറഞ്ഞ നിരക്കിൽ വായ്പ അല്ലെ? അതായത് ഇപ്പം പണമില്ല എന്ന പേരിൽ കൃഷി ചെയ്യാതിരിക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് കുറഞ്ഞ നിരക്കിലൊക്കെ എന്ത് ചെയ്യാം? വായ്പകളൊക്കെ കൊടുക്കണം. അതുപോലെ തന്നെ ശാസ്ത്രീയപരമായിട്ടുള്ള ജലസേചനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്തും കഴിഞ്ഞും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കൃഷി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷ്യോൽപാദനം ഉയർത്താൻ പറ്റും എന്നൊരു കോൺസെപ്റ്റിൽ നിന്നാണ് എന്ത് വരുന്നത്? ഹരിത വിപ്ലവം വരുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ശ്രദ്ധിക്കണം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങള്, രാസവളങ്ങള്, കീടനാശിനികള്, പുത്തൻ സാങ്കേതിക വിദ്യകള്, കുറഞ്ഞ നിരക്കില് വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് ഏത്? ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഈ ഒരു ഹരിത വിപ്ലവത്തില് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടായിട്ടുള്ള വിള എന്ന് പറയുന്നത് ഏതാണ്? ഗോതമ്പാണ്. അതുകൊണ്ടാണ് ഇതിന്, അല്ലെങ്കിൽ ഭക്ഷ്യധാന്യ വിള എന്ന് പറയുന്നത് ഗോതമ്പാണ്. അതായത് ഈ ഒരു ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ള ഒരു ഭക്ഷ്യധാന്യം എന്ന് ചോദിച്ചാൽ അതേതാണ്? ഗോതമ്പാണ്. അതുകൊണ്ടാണ് ഈ ഒരു വിപ്ലവത്തെ ഗോതമ്പ് വിപ്ലവം എന്നും കൂടി അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഹരിത വിപ്ലവം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്താ? ഗോതമ്പ് വിപ്ലവം എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് ആര്? ഡോക്ടർ MS സ്വാമിനാഥൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? MS സ്വാമിനാഥനാണ്.
അദ്ദേഹം തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്. 1925 അദ്ദേഹം ജനിക്കുന്നത്. ഓർത്തു വെച്ചേക്ക. സ്ഥലം എവിടെയാണെങ്കിലും ഓർത്തു വെക്കുക, തമിഴ്നാടാണ്. അപ്പൊ തമിഴ്നാട്ടുകാരനാണ് ആര്? ഡോക്ടർ MS സ്വാമിനാഥൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് ആര്? MS സ്വാമിനാഥൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹവും നോർമൻ ബോർലോഗുമായിട്ട് സഹകരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റിലോട്ട് അവർ എത്തുന്നത്. ഓക്കെ. അതുപോലെ തന്നെ അദ്ദേഹം 2023 സെപ്റ്റംബർ 28 അന്തരിക്കുന്നത് കേട്ടോ. ആര്? MS സ്വാമിനാഥൻ. ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഒന്ന് ഓർത്തു വെച്ചേക്ക. ടെക്സ്റ്റ് ബുക്കിലും കൂടി കൊടുത്തത് കാരണം നമുക്ക് ഇനിയും വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ 2023 അദ്ദേഹം മരിക്കുന്നത്, സെപ്റ്റംബർ 28. ഓക്കെ, ഈ 23 ഒന്ന് 8 കൂടെ, അങ്ങനെ ഓർത്ത് വെക്കാം. 2023 സെപ്റ്റംബർ 28 അന്നാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? MS സ്വാമിനാഥനാണ്. തമിഴ്നാട്ടിലാണ് ജനിച്ചത്. ഓക്കെ, ഇനി എന്നാ അദ്ദേഹം മരിക്കുന്നത്? 2023 സെപ്റ്റംബർ 28 അദ്ദേഹം മരിക്കുന്നത്, ചെന്നൈയിൽ. ഇനി ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഈ ഹരിത വിപ്ലവത്തിന് കുറച്ച് നേട്ടങ്ങളുണ്ട്, അതുപോലെ തന്നെ പരിമിതികളുണ്ട്. അതിന് മുന്നേ ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പറഞ്ഞ ഹരിത വിപ്ലവം 2 ഘട്ടങ്ങളിലായിട്ടാണ് നടത്തിയിട്ടുള്ളത്. ഓക്കെ, ഹരിത വിപ്ലവം 2 ഘട്ടങ്ങളിലായിട്ടാണ് നടത്തിയിട്ടുള്ളത്. അതിലെ ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് 1965 മുതൽ 75 വരെ ആ ഒരു കാലഘട്ടത്താണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അന്ന് പഞ്ചാബ്, അതുപോലെ തന്നെ ഹരിയാന, ആന്ധ്രാപ്രദേശ്, പിന്നെ തമിഴ്നാട്, ഇത്രയും സംസ്ഥാനങ്ങളായിരുന്നു അതിന്റെ പങ്കാളികളായിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് രണ്ടാമത്തെ ഘട്ടത്തിലാണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായിട്ട് മാറുന്നത്. അപ്പൊ ആദ്യത്തെ ഘട്ടത്തില് പഞ്ചാബ്, ഹരിയാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് ആ സംസ്ഥാനങ്ങളിലായിട്ട് മാത്രം അങ്ങ് ഒതുങ്ങി കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടാം ഘട്ടം കിടക്കുമ്പോ 75 അല്ലേ, ഈ 75 മുതൽ 85 വരെ. ഓക്കെ, അതായത് ഓരോ 10 വർഷക്കാലം. ഈ രണ്ടാമത്തെ ഘട്ടത്തിലാണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ കൂടി അതിൽ പങ്കാളികളാവുന്നത്. അപ്പൊ ആ ഒരു കാര്യം ഓർത്തു വെച്ചേക്കാം. ഹരിത വിപ്ലവം 2 ഘട്ടങ്ങളിലായിട്ടാണ് നടന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് 65 മുതൽ 75 വരെ അല്ലെ, ഒരു 10 വർഷക്കാലം, 65 to 75. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് 75 to 85 വരെയാണ്. ആദ്യത്തെ ഘട്ടത്തില് ഏതൊക്കെ സംസ്ഥാനങ്ങളായിരുന്നു? പഞ്ചാബ്, ഹരിയാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, അത്രയും സംസ്ഥാനങ്ങളായിരുന്നു ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുള്ളത്. അതും കൂടി അവിടെ ഓർത്തു വെക്കാം. ഇനി ഹരിത വിപ്ലവം കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്, പരിമിതികൾ എന്തൊക്കെയാണെന്നും കൂടി മനസ്സിലാക്കണം. ഓക്കെ, എന്തൊക്കെയാണ് ഹരിത വിപ്ലവം കൊണ്ടുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ? എന്തൊക്കെയാണ്? ഒന്നാമത്തേത് അല്ലെ, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്? ഭക്ഷ്യധാന്യങ്ങൾ നമുക്ക് സ്വയം പര്യാപ്തത നേടുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനത്തില് വർധനവ് സംഭവിച്ചിട്ടുണ്ട് അല്ലെ. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനത്തില് വർധനവ് സംഭവിക്കാനായിട്ട് എന്ത് കാരണമായിട്ടുണ്ട്? ഹരിത വിപ്ലവം കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കി അല്ലെ. ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കി, നമുക്ക് വേണ്ട ഭക്ഷണം നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള ആ ഒരു രീതിയിലേക്ക് എത്താനായിട്ട് സാധിച്ചു. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു അല്ലെ. നമുക്കറിയാം, സാധനം കൂടി കഴിഞ്ഞാൽ അതിന്റെ വില ഓട്ടോമാറ്റിക് ആയിട്ട് കുറയും അല്ലെ. ഡിമാൻഡ് കൂടി കഴിഞ്ഞാലാണ് അവിടെ എന്ത് ചെയ്യുന്നത്? വില കൂടുന്നത്. ഇപ്പൊ എന്താണ്? സാധനങ്ങൾ ധാരാളം ഉണ്ട്, അപ്പൊ അതിന്റെ വിലയും സ്വാഭാവികമായിട്ട് കുറയും. ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും കുറഞ്ഞു അല്ലെ. അതായത് സാധനം എല്ലായിടത്തും ഉണ്ട്, അതായത് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം കൂടി. അപ്പൊ ഇനി ഇവിടെ പൂഴ്ത്തിവെക്കേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ കരിഞ്ചന്ത ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അതൊക്കെ എന്ത് ചെയ്തു? കുറയാനായിട്ട് കാരണമായിട്ടുണ്ട് എന്താ? ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. അപ്പൊ അത്രയും പോയിന്റ് ഓർത്ത് വെച്ചേക്കാം. ഒന്നാമത്തേത് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദന വർധനവ്, ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കാനായിട്ട് സാധിച്ചു. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, കരിഞ്ചന്ത അതുപോലെ തന്നെ പൂഴ്ത്തിവെപ്പ് അതൊക്കെ കുറഞ്ഞു. ഇതൊക്കെയാണ് ഹരിത വിപ്ലവം കൊണ്ടുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ്? ഏത് കാര്യത്തിലും നേട്ടങ്ങൾ ഉണ്ടെങ്കിലും ചില പരിമിതികൾ കൂടി ഉണ്ടാവും അല്ലെ. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, ജലം അമിതമായിട്ട് ഉപയോഗിച്ചത് വഴി ഭൂഗർഭ ജലത്തിന്റെ അളവ് ഗണ്യമായിട്ട് കുറഞ്ഞു. ഓക്കെ, അപ്പൊ കൂടുതൽ ഉൽപാദനം നേടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ധാരാളം വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ജലം അമിതമായിട്ട് ഉപയോഗിച്ചതും വഴി എന്ത് ചെയ്തു? ഭൂഗർഭ ജലത്തിന്റെ അളവ് ഗണ്യമായിട്ട് കുറഞ്ഞു. അതുപോലെ തന്നെ രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിന്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠത കുറച്ചു. ഓക്കെ, നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഈ പറഞ്ഞ പോലെ രാസവളങ്ങളും കീടനാശിനികളും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്തിനാണ്? കൂടുതൽ വളം കിട്ടാനായിട്ട് അല്ലെ, കൂടുതൽ എന്ത് ഇതിന്റെ വിളവെടുപ്പ് കൂടുതൽ കിട്ടാനായിട്ട്. അപ്പൊ അതില് നമ്മൾ ഈ പറഞ്ഞ പോലെ രാസവളങ്ങളും കീടനാശിനികളും അമിതമായിട്ട് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ മണ്ണിന്റെ സ്വാഭാവികമായിട്ടുള്ള ഫലഭൂയിഷ്ഠത എന്ത് ചെയ്തു? കുറഞ്ഞു അല്ലെ. നമ്മൾ കൂടുതലായിട്ട് രാസവളങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തോ മണ്ണിന്റെ pH ലെവലൊക്കെ മാറും. അപ്പൊ അതെന്ത് ചെയ്തു? ഈ പറഞ്ഞ പോലെ മണ്ണിന്റെ സ്വാഭാവികമായിട്ടുള്ള ഫലഭൂയിഷ്ഠത കുറയാൻ എന്ത് കാരണമായിട്ടുണ്ട്? ഹരിത വിപ്ലവം കാരണമായിട്ടുണ്ട്. അപ്പൊ അതാണ്, ഈ 2 കാര്യങ്ങളാണ് അതിന്റെ ഒരു പരിമിതികൾ എന്ന് പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ കാര്യം അവിടെ ഓർത്ത് വെക്കാം.
ഇനി നമ്മുടെ നോർമൻ ബെർലോഗ് അല്ലെ, നോർമൻ ബെർലോഗ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചാലാണ് MS സ്വാമിനാഥൻ. എന്നാൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് അല്ലെ, ലോകത്തിൽ തന്നെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? അത് നോർമൻ ഏണസ്റ്റ് ബോർലോഗ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് 1970 എന്ത് ലഭിക്കുന്നുണ്ട്? നോബൽ പ്രൈസ് ലഭിക്കുന്നുണ്ട്. എന്തിനാണ്? സമാധാനത്തിനാണ്. അപ്പം 1970 നോർമൻ ബോർലോഗിന് സമാധാനത്തിന് നോബൽ പ്രൈസ് ലഭിക്കുന്നത്. ആ കാര്യം കൂടി എന്ത് ചെയ്യാം, അവിടെ ഓർത്തു വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എന്താ ക്വസ്റ്റ്യൻ? ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായിട്ടുള്ളത് ഒന്ന് നോക്കാം. ഒന്ന്, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളായിരുന്നു ഇറക്കിയിട്ടുണ്ടായിരുന്നത്. രാസവളങ്ങളും കീടനാശിനികളും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ദരിദ്ര കർഷകർ, ധനിക കർഷകർ എന്നിങ്ങനെയുള്ള അന്തരം ഇല്ലാതായി അല്ലെ. അവിടെ എന്ത് ചെയ്തു? സാധനങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ അവിടെ ദരിദ്ര കർഷകർ എന്നോ ധനിക കർഷകരോ എന്നുള്ള ഒരു അന്തരം തന്നെ ഇല്ലാതായി. ഈ 3 ഓപ്ഷനും എന്താ, ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ കാർഷിക കാലങ്ങളെ വിളകളെയും ശരിയായിട്ട് യോജിപ്പിക്കുക. നമ്മുടെ ഗാരിഫ്, റാബി, സയ്ദ്, ഈ ഒരു ബോക്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. മിക്കവാറും പരീക്ഷയിൽ ചോദ്യമായിട്ട് വരാറുണ്ട്. അപ്പൊ ഈ ഒരു ബോക്സ് മനസ്സിൽ പതിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ് നമ്മുടെ വിളകൾ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഏതൊക്കെയുണ്ട്, അതായത് ഓരോ കാലങ്ങളിൽ നമ്മൾ ഏതൊക്കെ വിളകളാണ് ഇറക്കേണ്ടത്, അത് ഏത് തരം വിളയാണെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ആദ്യം അത് നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ ബോക്സ് ഫില്ല് ചെയ്യാം. അപ്പൊ ഇവിടെ ഓർത്ത് വെക്കുക, ഖാരിഫ്, റാബി, സയ്ദ്, ഇതാണ് നമ്മുടെ കാർഷിക കാലങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഓരോ സമയത്തും നമ്മൾ വിള ഏതൊക്കെ സമയത്താണ് നമ്മൾ വിള ഇറക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ വിളയാണ് ആ സമയത്ത് കൃഷി ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഖാരിഫ്, റാബി, സയ്ദ് വിളകളാണ്. ഇങ്ങനെ 3 തരത്തിലുള്ള വിളകളാണ് നമുക്കുള്ളത്, നമ്മുടെ ഇന്ത്യയിലുള്ളത്. അതിലെ ആദ്യത്തേതാണ് ഖാരിഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഖാരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉൾപ്പെടുന്ന വിളകളാണ് നെല്ല്, ചോളം, പരുത്തി, തിനവിളകള്, ചണം, കരിമ്പ്, നിലക്കടല എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? നെല്ല്, ചോളം, പരുത്തി, തിനവിള, ചണം, കരിമ്പ്, നിലക്കടല. ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ കോഡൊക്കെ പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, ഇതൊക്കെയാണ് ഖാരിഫ് വിളകൾ എന്ന് ആലോചിക്കുക. അതുപോലെ തന്നെ റാബി വിളകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങളാണ്. അതാണ് റാബി വിളകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ബാർലി ഉണ്ട് കേട്ടോ, ബാർലിയും ചോദിക്കാറുണ്ട്. ബാർലിയും എന്ത് തന്നെയാണ്, ഒരു റാബി വിളയാണ്. ഇനി സൈദ് വിളകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. എല്ലാ പഴങ്ങളും എല്ലാ പച്ചക്കറികളും ഒക്കെ എന്താണ്, സൈദ് വിളകളാണ്. ഓക്കെ, എല്ലാ പഴങ്ങളും എല്ലാ പച്ചക്കറികളും എന്താണ്, സൈദ് വിളകളാണ്. ഇനി ഇവിടെ നമുക്ക് തെറ്റൂല. ഏത് പഴം ചോദിച്ചാലും ഏത് പച്ചക്കറി ചോദിച്ചാലും അത് സൈദ് വിളയാണെന്ന് നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പൊ അത് നമുക്ക് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഇനി റാബി വിള പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കോഡ് പഠിച്ചു വെച്ചേക്കാം. നിങ്ങൾ വേറെ കോഡ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. ഇത് ആദ്യമായിട്ട് അല്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ചെറുപുലി, ഗോ ബാക്ക്. ഓക്കെ, ഈ ഒരു കോഡ് ഒന്ന് മനസ്സിലുണ്ടായാൽ മതി. ചെറുപുലി, ഇവിടെ ചെറു എന്നൊക്കെ പറയുമ്പോൾ ചെറു അല്ലെ, വെച്ചിട്ട് റാബി ആണെന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ചെറു എന്ന് പറയുമ്പം ചെറുപയർ. ഓക്കെ, പയർ വർഗ്ഗങ്ങൾ, എല്ലാ പയർ വർഗ്ഗങ്ങളും ഉൾപ്പെടും. അപ്പൊ ചെറു എന്ന് പറയുമ്പോൾ ചെറുപയർ എന്നുള്ള മനസ്സിലുണ്ടാവണം. എല്ലാ തരത്തിലുള്ള പയർ വർഗ്ഗങ്ങൾ അവിടെ ഉൾപ്പെടും. ഇനി പുലി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, പുലി എന്ന് പറയുമ്പോൾ ഇത് പുലിയില് പുകയിലയാണ്. ഓക്കെ, പുലി എന്ന് പറയുന്നത് പുകയിലയാണ്. പിന്നെ ഗോ ബാക്ക് എന്ന് പറയുമ്പോൾ ഗോ എന്ന് പറയുന്നത് ഗോതമ്പാണ്. ബാ എന്ന് പറയുന്നത് ബാർലിയാണ്. ബാക്കില് കടുക്, എന്ന് പറയുന്നത് കടുകാണ്. ഓക്കെ, അപ്പൊ ചെറു പുലി, ഗോ ബാക്ക് എന്നൊരു കോഡ് മനസ്സിലുണ്ടാവുക. ചെറു പുലി, ചെറു എന്ന് പറയുമ്പോൾ റാ അല്ലെ, ചെറു റായ വെച്ചിട്ടാണ് അതിന്റെ അടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ റാബി വിളകളാണെന്ന് മനസ്സിലുണ്ടാവണം. ചെറുപയറ്, പുകയില, ഗോതമ്പ്, ബാർലി, കടുക്, ഇതാണ് നമ്മുടെ റാബി വിളകൾ എന്ന് പറയുന്നത്. അപ്പൊ സയ്ദ് വിള എന്താന്ന് നമുക്കറിയും. റാബി വിളകൾ ഈ ഒരു കോഡ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ എന്തായിരിക്കും, ഖാരിഫ് വിളകളായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മളത് കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാം. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇത് എപ്പോഴൊക്കെയാണ് വിള ഇറക്കുന്നതും അതിന്റെ വിളവെടുപ്പ് എപ്പോഴൊക്കെയാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. അതിൽ ആദ്യം ഈ ഒരു ഓർഡർ ആദ്യം മനസ്സിലുണ്ടാവണം കേട്ടോ. ആദ്യം ഖാരിഫ് ആണ്, പിന്നെയാണ് റാബി, പിന്നെയാണ് സയ്ദ്. ഓക്കെ, ഖാരിഫ്, റാബി, സയ്ദ്. ഖാരിഫ്, റാബി, സയ്ദ് ആണ്. അപ്പൊ ഖാരിഫ് എപ്പോഴാണ്, ഈ ഖാരിഫ് വിളകൾ അതായത് നെല്ല്, ചോളം, പരുത്തി, തിനവിള, ചണം, അങ്ങനെയുള്ള വിളകളൊക്കെ എപ്പോഴാണ് നമ്മൾ വിള ഇറക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മുടെ മഴക്കാലം മുതൽ അങ്ങോട്ട് ആലോചിക്കാം. ജൂൺ മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതായത് ജൂൺ എന്ന് പറയുമ്പോൾ മഴക്കാലമാണ്. അതായത് മൺസൂണിന്റെ ആരംഭത്തിലാണ് എന്തിറക്കുന്നത്, ഖാരിഫ് വിളകളൊക്കെ ഇറക്കുന്നത്. എന്നിട്ട് അതിന്റെ വിളവെടുപ്പ് നടക്കുന്നത് എപ്പോഴാണ്, നവംബർ ആദ്യവാരമാണ്. നവംബർ ഒക്കെ ആദ്യവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയൊക്കെ കഴിഞ്ഞ ആ ഒരു സമയമാണ് അല്ലെ. നവംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും മഴയൊക്കെ കഴിയുന്ന സമയമാണ്. അപ്പൊ നവംബർ ആദ്യ വാരമായിരിക്കും അതിന്റെ എന്തെടുക്കുന്നത്, വിളവെടുക്കുന്നത്.
ഓക്കെ, ഇനി വിളവെടുത്തു കഴിഞ്ഞാൽ അടുത്ത കൃഷി ചെയ്യണം അല്ലെ. അടുത്തതാണ് നമ്മുടെ റാബി കൃഷി ചെയ്യുന്നത്. ഒരു നവംബർ പകുതിയോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, റാബി കൃഷി ചെയ്യാനായിട്ട് തുടങ്ങും അല്ലെ. റാബി വിളകൾ എന്ന് പറയുമ്പോൾ ഗോതമ്പ്, പുകയില, കടുക് അതൊക്കെ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങും. എപ്പോഴാണ്? ഈ ഒരു ഖാരിഫിന്റെ വിളവെടുത്ത് കഴിഞ്ഞ ശേഷമാണ് റാബി കൃഷി ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഈ നവംബർ ഡിസംബർ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ശൈത്യകാലം ആവാനായില്ലേ. അപ്പൊ ശൈത്യകാല ആരംഭത്തിലാണ് റാബി വിളകളൊക്കെ കൃഷി ചെയ്യുന്നത്. ഇനി അത് എപ്പോഴാണ് എടുക്കുന്നത്, വിളവെടുക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർച്ച് ആണ്. നമ്മുടെ വേനലൊക്കെ എപ്പോഴാണോ തുടങ്ങുന്നത്, എപ്പോഴാണോ വേനൽ തുടങ്ങുന്നത്, ആ ഒരു സമയത്തായിരിക്കും അതിന്റെ വിളവെടുക്കുന്നത്. ഓക്കെ, ഇനി സൈദ് വിളകളാണെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ വിളവെടുത്തു കഴിഞ്ഞു അല്ലെ. ഇനി അടുത്ത കൃഷി ചെയ്യണം ആ മാർച്ചില്, വേനലിന്റെ ആരംഭത്തിൽ നമ്മുടെ പഴവും പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യും. അതാണ് സൈദ് വിളകൾ എന്ന് പറയുന്നത്. എന്നിട്ട് ഇതെന്ത് ചെയ്യും, വീണ്ടും നമ്മുടെ റൊട്ടേഷൻ അല്ലെ, ഇങ്ങോട്ടേക്ക് തന്നെ വന്നു. മഴയുടെ ആ ഒരു ആരംഭത്തിൽ തന്നെ ഇതൊക്കെ എന്ത് ചെയ്യും, അതിന്റെ വിളവെടുപ്പും നടത്തും. ഓക്കെ, അപ്പൊ ആ ഒരു ഓർഡറിൽ പഠിക്കുക. ആദ്യം നമ്മൾ ഓർഡർ മനസ്സിലുണ്ടാവേണ്ടത് ഖാരിഫ്, റാബി, സെയ്ദ്, ആ ഒരു ഓർഡർ മനസ്സിലുണ്ടാവുക. എന്നിട്ട് മഴക്കാലത്താണ് എല്ലാ കാര്യം തുടങ്ങുന്നത് ആലോചിക്കുക. അപ്പൊ ജൂൺ മാസത്തില് വിളവെടുത്തു, എന്നിട്ട് മഴ കഴിയുന്ന സമയത്ത് അല്ലെ, അതായത് ഈ പറഞ്ഞ പോലെ മൺസൂണിന്റെ അവസാന ഭാഗത്ത് വെച്ചിട്ട് വിളവെടുക്കും. എന്നിട്ട് റാബി വിള എപ്പോൾ തുടങ്ങുന്നു, ഈ പറഞ്ഞ പോലെ നവംബർ മാസം അല്ലെങ്കിൽ ശൈത്യകാലത്തില് തുടങ്ങുന്നു. എന്നിട്ട് മാർച്ച് വേനൽക്കാലത്തിന്റെ ആരംഭത്തിൽ അതിന്റെ വിളവെടുക്കും. സൈദ് വിളയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മാർച്ച് വേനൽക്കാലത്തിന്റെ ആരംഭത്തില് വിള ഇറക്കും. എന്നിട്ട് മഴക്കാലത്തിന്റെ ആ സമയത്ത് വിളവെടുക്കും. ക്ലിയർ അല്ലേ? ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കട്ടാ. ഒരു ക്വസ്റ്റ്യനും ഒരു മാർക്ക് ഷുവർ ആയിട്ട് ചോദിക്കുന്നതാണ്. അത്രയും കാര്യം ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്ത്യയിലെ കാർഷിക കാലങ്ങളെയും വിളകളെയും ശരിയായിട്ട് യോജിപ്പിക്കാനാണ്. ഖാരിഫ്, ഖാരിഫ് എന്താണ്, ഗോതമ്പ്, ബാർലി, ശരിയാണോ? ഖാരിഫ് വിളയാണോ? അല്ലല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഖാരിഫ് കഴിഞ്ഞിട്ടാണ് റാബി, പിന്നെയാണ് സൈദ്. നമ്മൾ ഉണ്ടാക്കിയ കോഡ് റാബിക്കാണ് അല്ലെ. റാബിയിലല്ലേ ഗോതമ്പ്, ബാർലി അല്ലെ, ചെറുപുലി, ഗോ ബാക്ക് എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ഇത് റാബിയാണ്, റാബിയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി തണ്ണിമത്തന് പച്ചക്കറി, തണ്ണിമത്തന് പച്ചക്കറി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു പഴങ്ങളും പച്ചക്കറിയും ഒക്കെ ആരാണ്, സെയ്ദാണ്, സെയ്ദാണ്. നെല്ല് ചോളം, നെല്ല് ചോളം ഏതായിരിക്കും, ഖാരിഫ് ആണ്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് ശരിയായിട്ട് യോജിപ്പിക്കേണ്ടത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെയാണ്? നീതി ആയോഗിന്റെ ആസ്ഥാനം വരുന്നത്, നീതി ആയോഗ് എവിടെയാണ്? നീതി ആയോഗ്, നീതി ആയോഗ് എവിടെ വരുന്നത്? ഓക്കെ, എവിടെ വരുന്നത്? ഡൽഹി അല്ലെ. ഡൽഹിയാണ് നീതി ആയോഗിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് നീതി ആയോഗുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നീതി ആയോഗ്. എങ്ങനെയാണ് അതിന്റെ ഫുൾ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നീതി എന്ന് പറഞ്ഞാല് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് കേട്ടോ. അപ്പൊ നീതി എന്ന് പറഞ്ഞാൽ എന്താണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ചോദിക്കുന്നതാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആണ് നീതി എന്ന് പറയുന്നത്. 2015 ജാനുവരി 1 നീതി ആയോഗ് വരുന്നത്. നമുക്കറിയാം പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട് വന്നിട്ടുള്ള ഒരു ഉപദേശക സമിതിയാണ് ഏത്, നീതി ആയോഗ് എന്ന് പറയുന്നത് അല്ലെ. നീതി ആയോഗ് എന്താണ്, പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട് 2015 വന്നിട്ടുള്ള ഒരു ഉപദേശക സമിതിയാണ് ഏത്, നീതി ആയോഗ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി തിങ്ക് ടാങ്ക് അത് ചോദിക്കാറുണ്ട്. തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നത് എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ എന്താണത്, അതും നീതി ആയോഗിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇനി നമ്മുടെ നീതി ആയോഗിലെ ഭരണസമിതിയെ കുറിച്ചിട്ടാണ്. വളരെ പ്രധാനപ്പെട്ടതാണ് നീതി ആയോഗിലെ ഭരണസമിതി. ഇതിന്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ നീതി ആയോഗിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്, പ്രൈം മിനിസ്റ്റർ ആണ്. നീതി ആയോഗിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്, പ്രൈം മിനിസ്റ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നിലവിലെ നീതി ആയോഗിന്റെ പ്രൈം മിനിസ്റ്റർ ആരെന്ന് ചോദിച്ച നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്, നരേന്ദ്രമോദിയാണ് അല്ലെ. കാരണം എന്താണ്, നമുക്കറിയാം നീതി ആയോഗിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. ഇപ്പൊ നിലവിൽ ആരാണ്, നരേന്ദ്രമോദിയാണ് നീതി ആയോഗിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഉപാധ്യക്ഷൻ ആരാണ്, നിലവിലെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് സുമൻ ബേറി ആണ് കേട്ടോ. അപ്പൊ ഇവരൊക്കെ ഭരണസമിതിയുടെ ഭാഗമാണ്. അപ്പൊ ആരൊക്കെയാണ് ഭരണസമിതിയിൽ എന്ന് അറിഞ്ഞിരിക്കണം. അധ്യക്ഷൻ ഉണ്ടാകും, ഒരു ഉപാധ്യക്ഷൻ ഉണ്ടാവും, ഒരു സിഇഒ ഉണ്ടാവും. അപ്പം അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ, സിഇഒ, പിന്നെ നമ്മുടെ സംസ്ഥാനങ്ങളിലുള്ള മുഖ്യമന്ത്രിമാർ വരും. പിന്നെ യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ അവിടെ ലഫ്റ്റനന്റ് ഗവർണർമാർ ഉണ്ടായിരിക്കും. പിന്നെ കുറച്ച് സ്ഥിരാംഗങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അനൗദ്യോഗിക അംഗങ്ങൾ ഉണ്ടായിരിക്കും. ഇത്രയും പേരാണ് നീതി ആയോഗിന്റെ ആ ഒരു ഭരണസമിതിയിൽ ഉൾപ്പെടുന്ന ആളുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അധ്യക്ഷൻ വരുന്നു, ഉപാധ്യക്ഷൻ വരുന്നു, ഒരു സിഇഒ വരുന്നു അല്ലെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകൾ അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ, സിഇഒ. പിന്നെ സംസ്ഥാനങ്ങളിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ വരും. പിന്നെ യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ അവിടെ നിന്ന് ആര് വരും, ലഫ്റ്റനന്റ് ഗവർണർമാർ വരും. പിന്നെ കുറച്ച് സ്ഥിര അംഗങ്ങളുണ്ട്, അനൗദ്യോഗിക അംഗങ്ങളും കൂടിയുണ്ട്. ഇത്രയാണ് നമ്മുടെ ഭരണസമിതി എന്ന് പറയുന്നത്.
ഇനി അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ആരായിരിക്കും, പ്രൈം മിനിസ്റ്റർ ആയിരിക്കും നീതി ആയോഗിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിലവിലാണെങ്കിൽ ആരാണത്? അത് നരേന്ദ്രമോദിയാണ് അല്ലെ. നിലവിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? നിലവിലെ നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് സുമൻ ബേറിയാണ്. ആരാണ്? സുമൻ ബേറിയാണ് നിലവിലെ നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇനി നിലവിൽ ആരാണ് സിഇഒ എന്ന് പറയുന്നത്? അത് വി ആർ സുബ്രഹ്മണ്യനാണ്. ആരാണ്? വി ആർ സുബ്രഹ്മണ്യനാണ്. ക്ലിയർ അല്ലേ? അപ്പൊ അത്രയും കാര്യം അവിടെ ഓർത്തു വെക്കാം. ഉപാധ്യക്ഷൻ സുമൻ ബേറിയും സിഇഒ എന്ന് പറയുന്നത് വി ആർ സുബ്രഹ്മണ്യനാണ്. ഇനി ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ. നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് എന്തായാലും എന്ത് ചെയ്യാം, പഠിച്ചു വെച്ചേക്കണം. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, വ്യാവസായിക സേവന മേഖലകളിലെ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. എന്താണ് നമ്മുടെ നീതി ആയോഗിന്റെ ഒരു ലക്ഷ്യമാണ്. എന്താണ്? വ്യവസായവും അതുപോലെ തന്നെ സേവന മേഖല അല്ലെ. നമുക്കറിയാം 3 മേഖലയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കാർഷികം, വ്യവസായം, അതുപോലെ തന്നെ സേവന മേഖല. ഈ വ്യവസായികവും സേവന മേഖലയിലും സർക്കാരിന്റെ പങ്കാളിത്തം എന്ത് ചെയ്യുക, കുറയ്ക്കുക. അത് നീതി ആയോഗിന്റെ ഒരു ലക്ഷ്യമാണ്. അതുപോലെ തന്നെ കാർഷിക മേഖലയെ എന്ത് ചെയ്യണം? മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ കുറച്ചും കൂടി പുരോഗതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പൊ കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക. അതുപോലെ തന്നെ പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുക. അപ്പൊ മധ്യവർഗത്തെ എന്ത് ചെയ്യണം? സാമ്പത്തിക വളർച്ച നേടാൻ, അതായത് സുസ്ഥിരമായിട്ടുള്ള സാമ്പത്തിക വളർച്ച നേടാനായിട്ട് പ്രയോജനപ്പെടുത്തുക. ഇനി നമ്മുടെ പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം എന്ത് ചെയ്യണം? നമ്മുടെ സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാകുന്ന രീതിയിൽ കൊണ്ടുവരണം. ഓക്കെ, അതായത് പ്രവാസി ഇന്ത്യക്കാരുടെ സേവനങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഉതകുന്ന രീതിയിലേക്ക് കൊണ്ടുവരണം. അതുപോലെ തന്നെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ഇതൊക്കെ എന്താണ്? നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ വരുന്നതാണ്. എന്താ പറഞ്ഞത്? ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കിയിട്ട് മാറ്റുക. ദെൻ ലാസ്റ്റ് വൺ, ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തിയുടെയും ഇടപെടലുകളെ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ഓക്കെ, അപ്പൊ ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകളെ നേരിടാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തെ എന്ത് ചെയ്യണം? പ്രാപ്തമാക്കണം. ഇത്രയാണ് നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഒന്നും കൂടി പറഞ്ഞു തരാം. വ്യവസായിക സേവനം അല്ലെ, കാർഷികം വരുന്നില്ല. വ്യവസായികം സേവന മേഖലകളിൽ സർക്കാരിന്റെ പങ്കാളിത്തം കുറയ്ക്കണം. കാർഷിക മേഖലയിൽ എന്ത് മാറ്റം വരുത്തുന്നത്? കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക. അതുപോലെ തന്നെ പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുക. പിന്നെ പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം എന്ത് ചെയ്യണം? സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കിയിട്ട് മാറ്റുക. ദെൻ ലാസ്റ്റ് വൺ, ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തെ എന്ത് ചെയ്യണം? പ്രാപ്തമാക്കണം. ഇത്രയാണ് നീതി ആയോഗിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട്, ധനനയം നമ്മൾ പഠിച്ചു. ധനനയം എന്ന് പറഞ്ഞാൽ എന്താ? ഫിസ്ക്കൽ പോളിസിയാണ് അല്ലെ. ഫിസ്ക്കൽ പോളിസിയാണ്. ഓക്കെ, അപ്പൊ താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ആ ഒരു ധനനയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ. ധനനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ സർക്കാരിന്റെ പൊതുവരുമാനം, പൊതുചെലവ്, അതുപോലെ തന്നെ പൊതുകടം എന്നിവയെ സംബന്ധിച്ചിട്ടുള്ള ഒരു പോളിസിയാണ് എന്താ? ധനനയം എന്ന് പറയുന്നത്. ഓക്കെ, സർക്കാരിന്റെ പൊതുവരുമാനം, നമ്മുടെ രാജ്യത്തിന്റെ പൊതുവരുമാനം, അതുപോലെ തന്നെ പൊതുചെലവ്, പൊതുകടം ഇവയെ സംബന്ധിച്ച ഒരു സമഗ്രമായിട്ടുള്ള സർക്കാർ പോളിസിയാണ് എന്തെന്ന് വിളിക്കുന്നത്? ധനനയം എന്ന് വിളിക്കുന്നത്. ഇത് എന്തിലൂടെയാണ് നടപ്പിലാക്കുന്നത്? ബജറ്റിലെ, നമ്മുടെ ബജറ്റിലൂടെയാണ് ഈ ഒരു കാര്യം നടപ്പിലാക്കുന്നത്. അപ്പൊ ബജറ്റിലൂടെയാണ് എന്ത് നടപ്പിലാക്കുന്നത്? ധനനയം നടപ്പിലാക്കുന്നത് എന്ന് മനസ്സിലാക്കാം. എന്തിലൂടെയാണ്? ബജറ്റിലൂടെയാണ് ധനനയം നടപ്പിലാക്കുന്നത്. ഓക്കെ, നമ്മുടെ നിലവിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനും ഗവൺമെന്റിന് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു നയം കൂടിയാണ് ഇത്, ഈ പറഞ്ഞ ധനനയം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് നോക്കാം. എന്തൊക്കെ ആയിരിക്കും? സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക അല്ലെ. അത് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. കാരണം എന്താ? നമുക്കറിയാം ധനനയം എന്ന് പറയുമ്പോൾ എന്തുമായി ബന്ധപ്പെട്ടതാ? നമ്മുടെ രാജ്യത്തിന്റെ വരുമാനം, അതുപോലെ തന്നെ നമുക്ക് എത്ര കടമുണ്ട്, നമുക്ക് എത്ര നമ്മുടെ എത്ര ചെലവ് വരുന്നുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ചിട്ടുള്ള ഒരു പോളിസിയാണ് എന്ത്, ഈ പറഞ്ഞ ധനനയം എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൂടെ നമുക്ക് എന്താ ഇത് നടപ്പിലാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച നമുക്ക് ത്വരിതപ്പെടുത്താനായിട്ട് സാധിക്കും അല്ലെ. നമുക്ക് എത്ര കടമുണ്ട് അല്ലെങ്കിൽ നമുക്ക് എത്ര വരുമാനം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്താനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ അധിക ചെലവുകളൊക്കെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റും അല്ലെ. നമുക്ക് എത്രയാണ് നമ്മുടെ പൊതു ചെലവ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ധനനയത്തിലൂടെ നമ്മുടെ ചെലവ് എത്രയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ചെലവ് കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. എന്തിലൂടെ? ധനനയത്തിലൂടെ.
അതുപോലെ തന്നെ ധാരാളം തൊഴിലവസരങ്ങൾ നമുക്ക് ഇതിലൂടെ സൃഷ്ടിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നമ്മുടെ വരുമാനം നോക്കി, നമ്മുടെ ചെലവ് നോക്കി, അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കാനായിട്ടും എന്ത് സഹായിക്കുന്നുണ്ട്? ധനനയം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വരുമാന വിതരണത്തിലെ അസമത്വം, ഓക്കെ, അസമത്വം ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഏത്? ധനനയം. ഈ പോയിന്റ് ഓർത്ത് വെച്ചേക്കുക. എന്തൊക്കെയാണ്? സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക, അധിക ചെലവുകൾ നിയന്ത്രിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക. ഇതൊക്കെയാണ് ധനനയത്തിന്റെ എന്തെന്ന് പറയുന്നത്? ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ഇനി ആ ക്വസ്റ്റ്യനിലോട്ടൊന്ന് വന്ന് നോക്കാം. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അണ്ടർലൈൻ ചെയ്യാൻ കേട്ടോ. ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ഒന്ന് വരച്ചിടുക, ചിലപ്പം ശരിയല്ലാത്തതാകാം. അപ്പൊ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം, ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നു ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. അല്ലെ, നമ്മളിപ്പോ പറഞ്ഞേ ഉള്ളൂ, ഫിസിക്കൽ പോളിസി അഥവാ ധനനയം നടപ്പിലാക്കുന്നത് ബജറ്റിലൂടെയാണ്. പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണിത്. ഇതും ശരിയായിട്ടുള്ളതാണ്. ധനനയത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. അല്ലെ, നമ്മളിപ്പോ പറഞ്ഞേ ഉള്ളൂ, അതും ശരിയായിട്ടുള്ളതാണ്. അപ്പൊ മൂന്നും എന്താണ്? ശരിയായിട്ടുള്ളതാണ്. അല്ലെ, ഇവയെല്ലാം ശരിയാണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് സാമ്പത്തിക അതിർത്തി എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതായത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തികം, നമ്മുടെ അതിർത്തി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? അല്ലെ, നമ്മുടെ ഒരു കര അതിർത്തി മാത്രമായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരിക. നമ്മുടെ ഒരു ഭൂപടം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കര അതിർത്തി എത്രത്തോളം കിടക്കുന്നുണ്ട്, അതൊക്കെ ആയിരിക്കും നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി എന്നായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരിക. പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. നമുക്ക് കര അതിർത്തി ഉള്ളത് പോലെ തന്നെ കുറച്ച് വ്യോമ അതിർത്തിയും വരുന്നുണ്ട്, ജല അതിർത്തിയും വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ വ്യോമഭാഗത്ത്, ആകാശഭാഗത്തൊക്കെ എന്തുണ്ട്? ഒരു അതിർത്തി ഉണ്ട്, നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി ഉണ്ട്. അതുപോലെ തന്നെയാണ് ജലത്തിലും നമുക്ക് എന്തുണ്ട്? നമ്മുടെ രാജ്യത്തിന്റെ ഒരു അതിർത്തി ഉണ്ട്, ഇത്ര ഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിയാണ്. ഓക്കെ, അപ്പൊ വ്യോമ അതിർത്തിയും ജല അതിർത്തിയും ഒക്കെ എന്താണ്? നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിന്റെ എംബസികള്, ഹൈ കമ്മീഷനുകൾ. ഓക്കെ, അതായത് ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ എംബസി എന്ന് പറഞ്ഞാൽ അത് എവിടെയായിരിക്കും? മറ്റു രാജ്യത്തായിരിക്കും. അതുപോലെ തന്നെയാണ് മറ്റു രാജ്യങ്ങളുടെ എംബസി നമ്മുടെ രാജ്യത്തും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെയാണ് ഹൈ കമ്മീഷനുകളും. അതായത് നമ്മുടെ രാജ്യത്തിന്റെ എംബസികളായാലും ഹൈ കമ്മീഷനുകളൊക്കെ എവിടെ ഉണ്ടാവുള്ളൂ? മറ്റു രാജ്യങ്ങളിലാണ് ഉണ്ടാവുക. അപ്പൊ ആ രാജ്യത്തെ, നമ്മുടെ രാജ്യത്തിന്റെ എംബസികളും ഹൈ കമ്മീഷനുകളൊക്കെ നമ്മുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നതാണ്. ക്ലിയർ അല്ലേ? എന്നാൽ മറ്റു രാജ്യങ്ങളുടെ എംബസിയും അതുപോലെ തന്നെ ഹൈ കമ്മീഷനും ഒക്കെ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുമല്ലോ. അതെന്തല്ല? നമ്മുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നതല്ല. അതൊക്കെ അവരുടേതാണ്. കാരണം അവരുടെ ഹൈ കമ്മീഷനും അതുപോലെ തന്നെ എംബസികളാണ് ഇവിടെ ഉള്ളത്. അത് അവരുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നതാണ്. എന്നാൽ നമ്മുടെ എംബസിയും അതുപോലെ തന്നെ ഹൈ കമ്മീഷനും മറ്റു രാജ്യത്തുണ്ടെങ്കിൽ അത് നമ്മുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നതാണെന്ന് ഓർത്തു വെക്കാം. അതുപോലെ തന്നെ രാജ്യത്തിന്റെ പ്രത്യേക അവകാശങ്ങളുള്ള മേഖലകൾ മത്സ്യബന്ധനം നടത്തുന്നതിനോ കടലിന് അടിത്തട്ടിലുള്ള ഇന്ധനം, ധാതുക്കൾ ഇവ ശേഖരിക്കുന്നതിനോ അവകാശമുള്ള സമുദ്രഭാഗം. നമ്മളിപ്പോ പറഞ്ഞില്ലേ, ജല അതിർത്തി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് എവിടെ നിന്നൊക്കെ ഖനനം ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്നൊക്കെ മത്സ്യബന്ധനം ചെയ്യാൻ പറ്റും, അതിനും കൃത്യമായിട്ട് ഒരു അതിർത്തി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഓരോ രാജ്യത്തിനും ഇത്ര അതിർത്തി അല്ലെങ്കിൽ ഇന്ന അതിർത്തി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതും എന്താണ്? നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തിയാണ്. എന്താ പറഞ്ഞത്? രാജ്യത്തിന്റെ പ്രത്യേക അവകാശങ്ങളുള്ള മേഖലകള്, അതുപോലെ തന്നെ മത്സ്യബന്ധനം നടത്തുന്നതിനോ കടലിനടിത്തട്ടിലുള്ള ഇന്ധനങ്ങളിലെ ഇന്ധനം, ധാതുക്കൾ അവ ശേഖരിക്കുന്നതിനോ പ്രത്യേകമായിട്ടുള്ള അല്ലെങ്കിൽ അവകാശമുള്ള സമുദ്രഭാഗമുണ്ട്. അതൊക്കെ നമ്മുടെ സാമ്പത്തിക അതിർത്തിയുടെ ഭാഗമാണ്. ക്ലിയർ അല്ലേ? ദെൻ ലാസ്റ്റ് വൺ, കസ്റ്റംസിന്റെ നിയന്ത്രണത്തിലുള്ള ഓഫ് ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ. ഓക്കെ, അപ്പൊ കസ്റ്റംസിന്റെ നിയന്ത്രണത്തിൽ വരുന്ന ഫ്രീ സോണുകളൊക്കെ നമ്മുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നതാണ് എന്നും കൂടി ഓർത്തു വെക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നത്. അവിടെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇന്ത്യക്കകത്തുള്ള മറ്റു രാജ്യങ്ങളുടെ എംബസികള്, ഹൈ കമ്മീഷനുകളൊന്നും എന്തല്ല? നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തിയിൽ വരുന്നതല്ല. കാരണം എന്താ? അവരുടേതാണ് എംബസി, അവരുടേതാണ് ഹൈ കമ്മീഷൻ, അത് ഇവിടെയാണ്. അത് അവരുടെ സാമ്പത്തിക അതിർത്തിയിലായിരിക്കും ഉൾപ്പെടുക. നമ്മുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നത് എവിടെയായിരിക്കും? മറ്റു രാജ്യങ്ങളിലുള്ള നമ്മുടെ എംബസികളായിരിക്കും. ആ ഒരു കാര്യം ഓർത്തു വെക്കണം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഏതൊക്കെയാ വരുന്നത്? വ്യോമ അതിർത്തി, ജല അതിർത്തി, അതുപോലെ തന്നെ മറ്റു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിന്റെ എംബസി, ഹൈ കമ്മീഷന്, പിന്നെ നമുക്ക് മത്സ്യബന്ധനം നടത്താനും അതുപോലെ തന്നെ ഇന്ധനം, ധാതുക്കൾ ശേഖരിക്കാനും പ്രത്യേക അവകാശമുള്ള സമുദ്രഭാഗം, കസ്റ്റംസിന്റെ നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ് ഷോർ സംരംഭങ്ങള്, അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. ഇനി ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഒന്നാമത്തെ പറയുന്നു വ്യോമ അതിർത്തി, ജല അതിർത്തി. അല്ലെ, അതെന്താ? സാമ്പത്തിക അതിർത്തിയുടെ ഭാഗമാണ്. രണ്ടാമത്തേത് മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിന്റെ എംബസികള്, ഹൈ കമ്മീഷനുകള്. അതും എന്താ? നമ്മുടെ രാജ്യത്തിന്റെ അല്ലേ? കാരണം എന്താ? മറ്റു രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്, അത് നമ്മുടെ സാമ്പത്തിക അതിർത്തിയിൽ വരുന്നതാണ്. ഇന്ത്യക്കകത്തുള്ള മറ്റു രാജ്യത്തിന്റെ എംബസികള്, ഹൈ കമ്മീഷനുകള്, ഇത് വരുമോ? ഇല്ലല്ലേ? കാരണം എന്താ? ഇന്ത്യന്റെ ഉള്ളിലുള്ള ഹൈ കമ്മീഷനും
അതുപോലെ തന്നെ എംബസികളും അത് വേറെ രാജ്യത്തിന്റേതാണ്, അത് അവരുടെ സാമ്പത്തിക അതിർത്തിയിലായിരിക്കും ഉൾപ്പെടുക. അപ്പൊ അത് വരില്ല. പിന്നെ കസ്റ്റംസ് നിയന്ത്രണത്തിലുള്ള ഓഫ്ഷോർ സംരംഭങ്ങളൊക്കെ എന്താ നമ്മുടെ സാമ്പത്തിക അതിർത്തിയിൽ വരുന്നതാണ്. അപ്പൊ ഓപ്ഷൻ സി ആയിരിക്കും ഇതിൽ ഉൾപ്പെടാത്തത്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യന്, ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപം. ഓക്കെ, ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് വന്നതാണ് ഏത് എന്ന് നമ്മളിപ്പോ മുന്നേ പറഞ്ഞു അല്ലെ. 2015 വന്ന അത് എന്തായിരുന്നു? നീതി ആയോഗ് അല്ലെ. 2015 ജനുവരി 1 ഏത് രൂപീകരിക്കുന്നത്? നീതി ആയോഗ് രൂപീകരിക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു നീതി ആയോഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ. 2015 ജനുവരി 1 നീതി ആയോഗ് വരുന്നത്. നീതി ആയോഗിന്റെ ഫുൾ എന്താ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് അല്ലെ. ഇതെന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ്? ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് നിലവിൽ വന്നിട്ടുള്ള ഒരു ഉപദേശക സമിതിയാണ് ഏത്? നീതി ആയോഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ആസൂത്രണ കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 1950 മാർച്ച് 15 എന്നാണ്. 1950 മാർച്ച് 15 1950 മാർച്ച് 15 അതുപോലെ NDC നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ചോദിച്ചാൽ അത് 1952. ഇതും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. NDC അഥവാ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ എന്നാണ്? 1952. എന്നാൽ ആസൂത്രണ കമ്മീഷൻ അഥവാ പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചതാണ് 1950 മാർച്ച് 15 എന്ന് പറയുന്നത്. ഇതിന്റെയും അധ്യക്ഷൻ ആരായിരിക്കും? നീതി ആയോഗിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണെങ്കിൽ അതിനു മുന്നേ വന്ന പ്ലാനിംഗ് കമ്മീഷന്റെ അധ്യക്ഷനും ആര് തന്നെയാണ്? പ്രധാനമന്ത്രി തന്നെയാണ് അല്ലെ. അതായത് അധ്യക്ഷൻ പ്രൈം മിനിസ്റ്റർ ആണ്. അന്ന് അതിന്റെ ഫസ്റ്റ് അധ്യക്ഷനായിട്ട് ആരായിരിക്കും? ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ അതിന്റെ ഫസ്റ്റ് അധ്യക്ഷനായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 1967. അതും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ 1950 മാർച്ച് 15 എന്ന് പറയുമ്പോൾ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷമാണ്. ഇനി കേരളത്തിന്റേത് ചോദിക്കുകയാണെങ്കിൽ കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ എന്താണ്? അത് 67 1967. അത്രയും കാര്യം ഇവിടെ ഓർത്തു വെക്കാം. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് സാമ്പത്തിക ശാസ്ത്ര തത്വചിന്തകരെ കുറിച്ചിട്ടാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ്. അവിടെ പറയുന്നു പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഓക്കെ, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത്? എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലെ. ദാദാബായ് നവറോജിയുടെ പുസ്തകമാണ് ഏതാ? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു തിയറിയും കൂടി ഉണ്ട് അല്ലെ. എന്താണ്? ഡ്രെയിൻ തിയറി അഥവാ ചോർച്ചാ സിദ്ധാന്തം ആരുടേത് തന്നെയാണ്? ദാദാബായ് നവറോജിയുടേത് തന്നെയാണ് അല്ലെ. നമ്മുടെ ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടീഷുകാർ കൊള്ളയടിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു തിയറി ആയിരുന്നു ഏതാ? ചോർച്ചാ സിദ്ധാന്തം എന്ന് പറയുന്നത് അല്ലെ. അതായത് നമ്മുടെ സമ്പത്തൊക്കെ ഇങ്ങനെ ചോർന്നു പോവുകയാണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. അതാണ് എന്ത്? ഡ്രെയിൻ തിയറി. അതിന്റെ ഉപജ്ഞാതാവാണ് ആരെന്ന് പറയുന്നത്? ദാദാബായ് നവറോജി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നികുതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് അതിന് എന്താ പറയാ വലിയൊരു സംഭാവന നൽകിയിട്ടുള്ള ഒരാളാണ് ചാണക്യൻ എന്ന് പറയുന്നത്. അപ്പൊ ചാണക്യന്റെ അർത്ഥശാസ്ത്രം ഒരു ബുക്കും കൂടി എന്ത് ചെയ്യാൻ ഓർത്തു വെച്ചേക്കാം. ചാണക്യനുമായി ബന്ധപ്പെട്ടതാണ് അർത്ഥശാസ്ത്രം. ഓക്കെ, ഇനി നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജിക്കും പല സാമ്പത്തിക ശാസ്ത്ര തത്വചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകമായിട്ടുള്ള ഹിന്ദു സ്വരാജ്, അതുപോലെ തന്നെ ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്, അവയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ആ കാര്യം പറയുന്നുണ്ട്. അപ്പം സാമ്പത്തിക ശാസ്ത്ര തത്വ അല്ലെങ്കിൽ സാമ്പത്തിക ദർശനങ്ങൾ, കുറച്ച് സാമ്പത്തികപരമായിട്ടുള്ള ദർശനങ്ങൾ നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഗാന്ധിജിയുടെ ഈ ഒരു ചിന്തകളൊക്കെ അദ്ദേഹത്തിന്റെ ബുക്കായിട്ടുള്ള ഹിന്ദു സ്വരാജ്. അപ്പൊ ഹിന്ദു സ്വരാജ് ആരുടെ പുസ്തകമാണെന്ന് ചോദിക്കും. ആരുടേതാണ്? ഗാന്ധിജിയുടേത്. അതേപോലെ തന്നെയാണ് ഇന്ത്യ ഓഫ് മൈ ഡ്രീംസും ആരുടേത് തന്നെയാണ്? ഗാന്ധിജിയുടേത് തന്നെയാണ്. അതിലൊക്കെ അദ്ദേഹത്തിന്റെ സാമ്പത്തിക ചിന്തകളെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. അത് അവിടെ ഒന്ന് ഓർത്ത് വെക്കാം. നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. വരുന്ന ക്വസ്റ്റ്യൻസിൽ നോക്കാം. ഇനി ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി അറിയണം. നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായിട്ട് കണക്കാക്കുന്നത് ആരെയാണ്? ആദം സ്മിത്തിനെയാണ് അല്ലെ. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്ന വ്യക്തിയാണ് ആര്? ആദം സ്മിത്ത് എന്ന് പറയുന്നത്. എന്നാൽ മനുഷ്യക്ഷേമത്തെ കുറിച്ചിട്ട് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്നത്. അപ്പൊ ക്ഷേമത്തെ കുറിച്ചിട്ട് ശാസ്ത്രീയപരമായിട്ട് പഠനം നടത്തിയിട്ടുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ആൽഫ്രഡ് മാർഷൽ അല്ലെ. നമ്മുടെ മാർഷിനൊക്കെ നമ്മളുടെ ക്ഷേമത്തെ കുറിച്ച് നല്ല ബോധം ഉണ്ടെന്ന് ആലോചിച്ചാൽ മതി. അപ്പം ആൽഫ്രഡ് മാർഷിന് നല്ല ക്ഷേമമുണ്ട്, അല്ലെങ്കിൽ മാർഷിന് നല്ല ക്ഷമ ഉണ്ട് എന്ന് വേണമെങ്കിൽ ആലോചിച്ചാൽ മതി. അപ്പൊ ക്ഷേമവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്ഷേമത്തെ കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ആര്? ആൽഫ്രഡ് മാർഷൽ എന്ന് ഓർത്തു വെക്കാം. അതുപോലെ തന്നെ മനുഷ്യന്റെ ആവശ്യങ്ങളും പരിമിതമായിട്ടുള്ള വിഭവങ്ങളെയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചിട്ട് പഠനം നടത്തിയ വ്യക്തിയാണ് ആര്? ലയണൽ റോബിൻസൺ എന്ന് പറയുന്നത്. ആരാണ്? ലയണൽ
ലയണൽ റോബിൻസൺ. അപ്പൊ ലയണൽ റോബിൻസൺ എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനമാണ് നടത്തിയിട്ടുള്ളത്? ലയണൽ റോബിൻസൺ എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനം നടത്തിയത്? അതായത് മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അല്ലെ, വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങളാണ്. പരിമിതമായിട്ടുള്ളതല്ല, അല്ലെ, അൺലിമിറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങളാണ്. എന്നാൽ അതിനനുസരിച്ചിട്ടുള്ള വിഭവങ്ങൾ എന്താണ്? കുറവാണ്. അപ്പം മനുഷ്യന്റെ ആവശ്യങ്ങളും പരിമിതമായിട്ടുള്ള വിഭവങ്ങളും ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു പഠനം നടത്തിയ വ്യക്തി എന്ന് ചോദിച്ചാൽ അതാരാണ്? ലയണൽ റോബിൻസൺ. ക്ഷേമവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ആൽഫ്രഡ് മാർഷൽ. ഓക്കെ. എന്നാൽ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ആദം സ്മിത്ത് ആണ്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് അധികം ആളുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പഠിക്കണം, ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നോക്കാം. അതില് മറ്റൊരു വ്യക്തിയാണ് ഡേവിഡ് റിക്കാർഡ്. ഒറ്റ സെക്കൻഡ്. ഓക്കെ. അടുത്തൊരു വ്യക്തിയാണ് ഡേവിഡ് റിക്കാർഡോ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ ഒരു സിദ്ധാന്തമാണ് പാട്ട സിദ്ധാന്തം എന്ന് പറയുന്നത്. ഓക്കെ, ഡേവിഡ് റിക്കാർഡോയുടേതാണ് പാട്ട സിദ്ധാന്തം. അദ്ദേഹം എന്താണ്? രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി ഇരു രാജ്യങ്ങളുടെയും ക്ഷേമം വർദ്ധിപ്പിക്കാം എന്നൊരു സിദ്ധാന്തം കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എങ്ങനത്തെ ക്ഷേമമാണ്? മനുഷ്യരുടെ ക്ഷേമല്ല, മറ്റേ ക്ഷേമാണെങ്കിൽ അതാരാണ്? ആൽഫ്രഡ് മാർഷൽ ആണ്. എന്നാൽ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി ഇരു രാജ്യങ്ങളുടെയും ക്ഷേമം വർദ്ധിപ്പിക്കാം എന്നൊരു ആശയം കൊണ്ടുവന്ന വ്യക്തിയാണ് ആരാ? ഡേവിഡ് റിക്കാർഡോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പാട്ട സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവും ആര് തന്നെയാണ്? റിക്കാർഡോയാണ്, അല്ലെ. ജസ്റ്റ് ഓർക്കാൻ വേണ്ടി ഞാൻ പറയാം. റിക്കാർഡോ എന്ന് പറയുമ്പോൾ റിച്ച് ആവുക എന്ന് ആലോചിക്കാം. ഓക്കെ, ഡേവിഡ് റിക്കാർഡോ ഡേവിഡിന് റിച്ച് ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം നടത്തി. എന്നിട്ട് എന്ത് ചെയ്തു? അല്ലെ, പാട്ട് പെറുക്കിയിട്ടൊന്നും ജീവിച്ചാൽ പോരാ, റിച്ച് ആവണമെങ്കിൽ ഏത് രീതിയിൽ ജീവിക്കണം? രാജ്യങ്ങൾ തമ്മിൽ വ്യാപാരം നടത്തണം എന്ന് ജസ്റ്റ് ഒരു കഥ പോലെ ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ എന്താണ് വ്യക്തിയുടെ പേര്? ഡേവിഡ് റിക്കാർഡോ. റിച്ച് ആവാൻ പാട്ട വിറ്റാലൊന്നും പോരാ, എങ്ങനെ ചെയ്യണം? രാജ്യങ്ങൾ തമ്മിൽ വ്യാപാരം നടത്തണം. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഓർത്ത് വെക്കാം. അപ്പൊ നമുക്ക് കിട്ടും പാട്ട സിദ്ധാന്തം ആരുടേതാണ്? ഡേവിഡ് റിക്കാർഡോയുടേതാണ്. അതുപോലെ തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി എന്ത് ഉറപ്പാക്കാൻ പറ്റും? ഇരു രാജ്യങ്ങളുടെയും ക്ഷേമം ഉറപ്പാക്കാൻ പറ്റും എന്ന് വാദിച്ച ഒരു വ്യക്തി കൂടിയാണ് ആര്? ഡേവിഡ് റിക്കാർഡോ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതുപോലെ മറ്റൊരു സിദ്ധാന്തമാണ് മിച്ചമൂല്യ സിദ്ധാന്തം ആരുടേതാണെന്ന് ചോദിച്ചാൽ കാൾ മാക്സിന്റേതാണ് കേട്ടോ. കാൾ മാക്സിന്റേതാണ് മിച്ചമൂല്യ സിദ്ധാന്തം എന്ന് പറയുന്നത്. ദ തിയറി ഓഫ് സർപ്ലസ് വാല്യൂ അഥവാ ഏതാണ്? മിച്ചമൂല്യം, അല്ലെ. മിച്ചമൂല്യ സിദ്ധാന്തം ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് ആരുടേതാണ്? കാൾ മാക്സിന്റേതാണ്. ഓക്കെ, നമുക്കറിയാം കാൾ മാക്സ് എന്ന് പറയുമ്പോൾ അവിടെ മാക്സ് ആയിട്ട് എടുക്കാം, അല്ലെ. കണക്ക് മാക്സ് ആയിട്ട് എടുക്കാം. നമുക്കറിയാം നമ്മൾ കണക്ക് ചെയ്യുന്ന സമയത്ത് മിച്ചം കിട്ടാറുണ്ട്, അല്ലെ. കണക്കില് മിച്ചമൊക്കെ കിട്ടാറുണ്ട്. അപ്പൊ അങ്ങനെ ആലോചിക്കാം. കാൾ മാക്സിന്റേതാണ് മിച്ചമൂല്യ സിദ്ധാന്തം എന്ന് എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. അതുപോലെ തന്നെ തൊഴിലാളികളുടെ ക്ഷേമത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത വ്യക്തി കൂടിയാണ് ആര്? കാൾ മാക്സ് എന്ന് പറയുന്നത്. അപ്പൊ തൊഴിലാളികളുടെ ക്ഷേമത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത വ്യക്തിയാണ് ആര്? കാൾ മാക്സ്. അദ്ദേഹത്തിന്റെ ബുക്കാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സിദ്ധാന്തമാണ് ഏത്? മിച്ചമൂല്യ സിദ്ധാന്തം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി ജെ.എം. കെയ്ൻസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വാദിച്ചത് എന്താണ്? സാമ്പത്തിക മേഖലയിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ എന്നൊരു ആശയം കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിയാണ് ആരാ? ജെ.എം. കെയ്ൻസ് എന്ന് പറയുന്നത്. അതായത് സാമ്പത്തിക മേഖലയിൽ ഗവൺമെന്റ് ഇടപെടണം എന്നാണ് ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ജെ.എം. കെയ്ൻസ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പൊ ജെ.എം. കെയ്ൻസ് എന്താ പറഞ്ഞത്? സാമ്പത്തിക മേഖലയിൽ ഗവൺമെന്റ് ഇടപെടണം എന്നൊരു ആശയമാണ് ആര് കൊണ്ടുവന്നത്? ജെ.എം. കെയ്ൻസ് എന്ന് പറയുന്നത്. ഇനി സൃഷ്ടിപരമായിട്ടുള്ള നശീകരണം എന്ന് പറയുന്ന ആശയം ആരുടേതാണ്? ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ അഥവാ സൃഷ്ടിപരമായിട്ടുള്ള നശീകരണം ജെ.എം. ഷുപ്പീറ്ററിന്റേതാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ജെ.എം. ഷുപ്പീറ്ററിന്റേതാണ് സൃഷ്ടിപരമായിട്ടുള്ള നശീകരണം എന്ന് പറയുന്ന ഒരു ആശയം. ഓക്കെ, അപ്പം ജെ.എം. ഷുപ്പീറ്ററിന്റെ ആശയം എന്തായിരുന്നു? സൃഷ്ടിപരമായിട്ടുള്ള നശീകരണമാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? നമ്മൾ ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കൂ. തെറ്റായിട്ടുള്ള ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത്. ചാണക്യന്റേത് അർത്ഥശാസ്ത്രമാണോ? ആണല്ലേ, നമ്മൾ പഠിച്ചു. ചാണക്യന്റേതാണ് അർത്ഥശാസ്ത്രം. അമർത്യാസെൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തെ, അല്ലെ, ക്ഷേമവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് പറയുന്നുണ്ട്. അതും ശരിയാണ്. അമർത്യാസെന്റേതാണ് ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. അത് നമ്മൾ പറഞ്ഞിട്ടില്ല. അമർത്യാസെന്റെ ഒരു കോൺസെപ്റ്റും കൂടിയാണ് ഏത്? ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് കേട്ടോ. അതും കൂടി ഓർത്തു വെക്കണം. പിന്നെ മഹാത്മാഗാന്ധിയുടേതാണ് ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം മഹാത്മാഗാന്ധിജിയുടേതാണ്. പിന്നെ മിച്ചമൂല്യ സിദ്ധാന്തം ആരുടേതാണ്? നവറോജിയുടേതല്ല, അല്ലെ. കാൾ മാക്സിന്റേതാണ്, അല്ലെ. മാക്സിൽ മിച്ചം കിട്ടി നമ്മൾ പറഞ്ഞു. അപ്പൊ മിച്ചമൂല്യ സിദ്ധാന്തം ആരുടേതാണ്? കാൾ മാക്സിന്റേതാണ്. ട്രസ്റ്റിഷിപ്പ് ഗാന്ധിജിയുടേതാണ്. ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം അമർത്യാസെന്നിന്റേതാണ്. അപ്പൊ അതിന്റെ ആ ഒരു പഠനത്തിനാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ഒക്കെ ലഭിക്കുന്നത്, അമർത്യാസെന്നിന്. ഇനി അർത്ഥശാസ്ത്രം ആരുടെ തന്നെയാണ്? ചാണക്യന്റെ തന്നെയാണ് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ഇപ്പൊ പറഞ്ഞ നമ്മുടെ ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളെ പറ്റിയിട്ടാണ് പറയുന്നത്.
ഓക്കെ, ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം ആരുടേതാണ്? ഗാന്ധിജിയുടേതാണ്. അദ്ദേഹത്തിന്റെ ബുക്ക് ഹിന്ദു സ്വരാജ്, അതിലൊക്കെ അദ്ദേഹം അതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആദ്യം അത് നോക്കിയിട്ട് നമുക്ക് ആ ക്വസ്റ്റിനോട്ട് കടക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞൂലേ, നമ്മുടെ രാഷ്ട്രപതിയായിട്ടുള്ള ഗാന്ധിജിക്ക് ഈ പറഞ്ഞ പോലെ സാമ്പത്തിക പരമായിട്ടുള്ള പല കാര്യങ്ങളെ കുറിച്ച് നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ബുക്കായിട്ടുള്ള ഹിന്ദു സ്വരാജിലും അതുപോലെ തന്നെ ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് എന്നീ രണ്ട് ബുക്കിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ രാജ്യം എങ്ങനെയായിരിക്കണം? സ്വയം പര്യാപ്തത ആയിരിക്കണം, അതുപോലെ തന്നെ വികേന്ദ്രീകരണം എന്നിവയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയായിരിക്കണം വിഭാവനം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ സ്വയം പര്യാപ്തത നേടിയിരിക്കണം, ആരെയും ആശ്രയിക്കാതെ ഒരു സ്വയം പര്യാപ്തത നേടിയിരിക്കണം. അതുപോലെ തന്നെ വികേന്ദ്രീകരണമായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അല്ലെ, കേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ എന്താ? അധികാര കേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ എന്താ? അധികാരം ചില ആളുകളിൽ മാത്രമായിട്ട് നിൽക്കുക. വികേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, അതായത് സമൂഹത്തിൽ എല്ലാവരും തുല്യരായിട്ട് നിൽക്കുക, എല്ലാവർക്കും ഒരേ അധികാരങ്ങളും ഒരേ എന്താ പറയാ സാമ്പത്തികമായിട്ടാണെങ്കിലും എല്ലതും ഒരേപോലെ ആയിരിക്കണം. അതാണ് ഒരു വികേന്ദ്രീകരണം കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പ്രാദേശികമായി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ഗ്രാമീണ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കേണ്ടതാണ്. ഓക്കെ, ഇവിടെ അദ്ദേഹത്തിന് എന്താണ്? ഗ്രാമീണമായിട്ടുള്ള വ്യവസായങ്ങളാണ് അദ്ദേഹം പരിപോഷിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അതിലൂടെ ആ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ അതിലൂടെ സൃഷ്ടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ പ്രാദേശികമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഗ്രാമീണ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കേണ്ടതാണെന്ന് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ വരുന്നതാണ്. പിന്നെ പ്രാദേശികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണനത്തിനായിട്ട് പ്രാദേശിക വിപണി വിപുലപ്പെടുത്തുക. ഓക്കെ, അതായത് ഇപ്പൊ നമ്മുടെ ഗ്രാമത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നം, അതിന്റെ വിപണി, അതിന്റെ മാർക്കറ്റ് എന്ത് ചെയ്യുക? അവിടെ തന്നെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അല്ലെ, നമ്മൾ മറ്റു സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ മാർക്കറ്റിംഗ് അവിടെ തന്നെ എന്ത് ചെയ്യുക? അല്ലെങ്കിൽ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ അവിടെ തന്നെ അങ്ങ് നടത്താനായിട്ട് തീരുമാനിക്കുക. അതാണ് പ്രാദേശികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണനത്തിനായിട്ട് പ്രാദേശിക വിപണി തന്നെ എന്ത് ചെയ്യാം? തെരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നത്. പിന്നെ സാമൂഹിക നീതി ഉറപ്പാക്കാനായിട്ട് സാമ്പത്തിക അസമത്വം ലഘൂകരിക്കുക. അല്ലെ, സാമ്പത്തിക അസമത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും അപ്പൊ സമ്പത്തിന്റെ കാര്യത്തിൽ തുല്യരല്ല. അപ്പൊ അവിടെ അസമത്വം നമുക്ക് ഫീൽ ചെയ്യും, അല്ലെ? അപ്പൊ അതെന്ത് ചെയ്യാ? ഒരു അസമത്വം കുറയ്ക്കണം എന്നാണ് ആരുടെ കാഴ്ചപ്പാട്? ഗാന്ധിജിയുടെ കാഴ്ചപ്പാട്. അപ്പൊ ഇത്രയാണ് ഗാന്ധിജിയുടെ കാഴ്ചപ്പാടായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു ഓപ്ഷനിൽ പറയുന്നത് എന്ന്. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ: സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം. അല്ലെ, അദ്ദേഹം സമത്വത്തിൽ അടിയുറച്ചൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ശരിയായിട്ടുള്ളതാണ്. വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണന, അതിനെ പറ്റി പറയുന്നില്ല അല്ലെ. വൻകിട വ്യവസായങ്ങളല്ല അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഗ്രാമീണ വ്യവസായങ്ങളെ എന്ത് ചെയ്യുക? പരിപോഷിപ്പെടുത്തുക, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരിക. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ഇത് തെറ്റാണ്. പിന്നെ സ്വയം പര്യാപ്തവും സ്വാശ്രയപരമായിട്ടുള്ള പ്രാദേശിക സമ്പദ് വ്യവസ്ഥയാണ് അദ്ദേഹം ഊന്നൽ നൽകിയിട്ടുണ്ടായിരുന്നത്. ഇത് ശരിയാണ്. അപ്പൊ 1ഉം 3ഉമാണ് ശരി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, താഴെ പറയുന്ന വേല RBIയുമായി ബന്ധമില്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ, ശരിയാണ് അല്ലെ. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിന്റെ കസ്റ്റോഡിയൻ ആണ് ആര്? RBI എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ രാജ്യവും ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന്റെ കസ്റ്റോഡിയൻ ആണ് ആര്? RBI എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് ആണ് ആ രാജ്യത്തിന്റെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് കീപ്പ് ചെയ്യേണ്ടത്. അപ്പൊ അത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആരാണ്? RBI ആണ്. അപ്പം വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരനാണ് ആര്? RBI. അതുപോലെ തന്നെ ബാങ്കുകളുടെ ബാങ്ക് ആണ് അല്ലെ. നമ്മുടെ രാജ്യത്തെ എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും ഒക്കെ ആരാണ്? RBI ആണ്. അതുകൊണ്ടാണ് ബാങ്കുകളുടെ ബാങ്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് സർക്കാരിന്റെ ബാങ്ക് അല്ലെ. നമ്മുടെ സർക്കാരിന്റെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? RBI തന്നെയാണ്. നമ്മുടെ രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് ആണ് RBI. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിന്റെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? RBI തന്നെയാണ്. പാവപ്പെട്ടവന്റെ ബാങ്ക് എന്ന് എവിടെയും പറയുന്നില്ല. അപ്പൊ ഇത് തെറ്റായിട്ടുള്ളതാണ്. അപ്പൊ ബന്ധമില്ലാത്തത് ഇതാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്നിട്ടുള്ള സ്ഥാപനം ഏതാണ്? ആ സ്ഥാപനം 1982 എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതാണ് ഏത്? നബാർഡ് അല്ലെ. കാർഷിക മേഖല വികസനം എന്ന് കേട്ടാൽ തന്നെ നമുക്ക് കിട്ടും. നബാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. അഗ്രികൾച്ചറിനും റൂറൽ ഡെവലപ്മെന്റിനും വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ബാങ്കാണ് ഏത്? നബാർഡ് എന്ന് പറയുന്നത്. 1982 ജൂലൈ 12-നാണ് ഏത് രൂപീകരിക്കുന്നത്? നബാർഡ് രൂപീകരിക്കുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്തു വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹോട്ടൽ, ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ് എന്നിവ ഏത് മേഖലയിൽ ഉൾപ്പെടുന്നു? അപ്പം ഹോട്ടല്, ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ് അപ്പൊ ഏത് മേഖലയിലാണ് ഉൾപ്പെടുന്നത് എന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 3 മേഖലയിലാണ് കിടക്കുന്നത് അല്ലെ. 3 മേഖല എന്ന് പറയുമ്പോൾ പ്രൈമറി സെക്ടർ വരുന്നുണ്ട്, അതുപോലെ തന്നെ സെക്കൻഡറി സെക്ടർ വരുന്നുണ്ട്, പിന്നെ ഏതാണ്? ടെറിഷറി സെക്ടർ വരുന്നുണ്ട്.
ടെറിഷറി സെക്ടർ വരുന്നുണ്ട് അല്ലെ. അതായത് പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, ഇങ്ങനെ 3 മേഖലകളിലായിട്ടാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥ കിടക്കുന്നത്. അപ്പം ഇവിടെ പ്രാഥമിക മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതി വിഭവങ്ങളെ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് എന്ത് മേഖലയിൽ ഉൾപ്പെടുന്നതാണ്? പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് കാർഷിക മേഖല എന്നറിയപ്പെടുന്നത് എന്തിനെ എന്ന് പറയുന്നത്? പ്രാഥമിക മേഖലയെ എന്ന് പറയുന്നത്. ഓക്കെ, കാരണം എന്താ? കാർഷിക മേഖല എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രകൃതി വിഭവങ്ങളെ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നടത്തുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ, അതിലൂടെ നടത്തുന്ന കാര്യങ്ങളൊക്കെയാണ് ഏതിൽ ഉൾപ്പെടുന്നത്? പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നത്. അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്? കാർഷികം അല്ലെ, കൃഷി വരും, കൃഷി വരുന്നുണ്ട്. അതുപോലെ തന്നെ മത്സ്യബന്ധനം, മത്സ്യബന്ധനം ഒക്കെ എന്താ? പ്രകൃതിയുമായിട്ട് ഡയറക്റ്റ് നമ്മൾ ഇന്ററാക്ട് ചെയ്തിട്ടാണ് നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. അപ്പൊ മത്സ്യബന്ധനം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഖനനം, ഖനനം ഒക്കെ എങ്ങനെയാണ്? പ്രകൃതി വിഭവങ്ങളെ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പൊ അതും എന്താണ്? ഒരു പ്രാഥമിക മേഖലയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ കന്നുകാലി വളർത്തല്, കന്നുകാലികളെ വളർത്തുന്നതൊക്കെ എന്താണ്? ഒരു പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അപ്പൊ കൃഷി, കന്നുകാലി വളർത്തല്, മത്സ്യബന്ധനം, ഖനനം, അതൊക്കെ എന്താണ്? പ്രാഥമിക മേഖലയിൽ വരുന്നതാണ്. ഇനി ദ്വിതീയ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവസായം, അതുപോലെ തന്നെ നിർമ്മാണം, വ്യവസായപരമായിട്ടുള്ള കാര്യങ്ങൾ, നിർമ്മാണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് ഏതാ? ദ്വിതീയ മേഖല അഥവാ സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇൻഡസ്ട്രിയൽ വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഏതിലാണ്? ദ്വിതീയ മേഖലയിലാണ് വരുന്നത്. ക്ലിയർ അല്ലേ? ഇനി ടെറിഷറി സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? തൃതീയ മേഖലയാണ്. അവിടെ വരുന്നതൊക്കെ സേവനങ്ങളായിരിക്കും. സേവന മേഖല എന്നറിയപ്പെടുന്നത് തന്നെ ഏതാണ്? ഈ പറഞ്ഞ തൃതീയ മേഖലയാണ്. അങ്ങനെയാണെങ്കിൽ സേവനങ്ങൾ എവിടേക്കാണ് നമുക്ക് സേവനം കിട്ടുന്നത്? ആശുപത്രി അല്ലെ. ആശുപത്രി എന്ന് പറഞ്ഞാൽ അവിടെ പ്രൊഡക്റ്റ് അല്ല, അവിടെ എന്താണ്? സേവനമാണ് കിട്ടുന്നത് അല്ലെ. ആരോഗ്യ മേഖല, ആരോഗ്യ മേഖല വരും അല്ലെ. ആശുപത്രി എന്ന് പറയുമ്പോൾ അവിടെ ആരോഗ്യ മേഖല. അതുപോലെ തന്നെയാണ് ബാങ്കിങ് അല്ലെ. ബാങ്കിങ്ങിലൊക്കെ എന്താ? സേവനമാണ്. അതുപോലെ തന്നെയാണ് ട്രാൻസ്പോർട്ടേഷൻ. പിന്നെ വരുന്നത് ഏതാണ്? അതായത് ഗതാഗതം. പിന്നെ പറഞ്ഞത് വിദ്യാഭ്യാസം, ഹോട്ടല്, ഇൻഷുറൻസ്, അതൊക്കെ എന്താണ്? സേവന മേഖലയിൽ വരുന്നതാണ്. അപ്പൊ ഹോട്ടൽ ആണെങ്കിലും അതുപോലെ തന്നെ ഇൻഷുറൻസ് ആണെങ്കിലും ആരോഗ്യമാണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്, ബാങ്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? സേവന മേഖല അഥവാ തൃതീയ സെക്ടറിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതൊക്കെ വരുന്നുണ്ട്? ഹോട്ടൽ, ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ് അങ്ങനെയുള്ളതൊക്കെ എന്തിലാ വരിക? തൃതീയ മേഖലയിലായിരിക്കും. ക്ലിയർ അല്ലേ? അത് ഓർത്തു വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ഇനി നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള പദ്ധതികളെ കുറിച്ചിട്ടാണ്. കേരള മോഡൽ വികസന പദ്ധതി ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് ഉൾപ്പെടുന്നത്? അപ്പൊ കേരള മോഡൽ വികസന പദ്ധതി ഏതിലാണ് ഉൾപ്പെടുന്നത്? കേരള മോഡൽ 10ാം പഞ്ചവത്സര പദ്ധതിയിലാണ് കേട്ടോ. അപ്പൊ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് സ്പീഡിൽ നോക്കി പോകാം. അപ്പൊ പഞ്ചവത്സര പദ്ധതി തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്? അതായത് ഒരു നിശ്ചിത കാലയളവിൽ നമ്മുടെ രാജ്യം കൈവരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. അത് ആ ഒരു കാലയളവിന്റെ ഉള്ളിൽ നമ്മൾ നേടേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് എന്തെന്ന് പറയുന്നത്? പഞ്ചവത്സര പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആരാണ് ഈ ഒരു പഞ്ചവത്സര പദ്ധതിക്ക് രൂപകൽപ്പന കൊടുക്കുന്നത്? ആസൂത്രണ കമ്മീഷനാണ് അല്ലെ. 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷനാണ് പഞ്ചവത്സര പദ്ധതിക്കൊക്കെ രൂപകൽപ്പന കൊടുക്കുന്നത്. ഇനി എന്തൊക്കെയാണ് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്? പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം. ഇത് 4 പഠിച്ചു വെച്ചേക്കണം. ചോദിക്കും താഴെ കൊടുത്തിരിക്കുന്നതിൽ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമല്ലാത്തത് ഏത് എന്ന് ചോദിക്കും. അപ്പൊ ഏതൊക്കെയാണ്? സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം. ഏതൊക്കെ വരുന്നുണ്ട്? സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം. ഇതാണ് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഓരോരോ പദ്ധതി നോക്കാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ഞാൻ ഓടിച്ചു വിടുന്നുള്ളൂ. നമുക്ക് നോക്കാം. 1ാം പഞ്ചവത്സര പദ്ധതി. നമുക്കറിയാം 1ാം പഞ്ചവത്സര പദ്ധതി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ്? 51 അല്ലെ. 1951 to 56. നമുക്കറിയാം ഓരോ 5 വർഷം കൂടുമ്പോഴാണ്. അപ്പൊ 51 to 56 ആണ് 1ാം പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ ഒരു പദ്ധതിയെ നമ്മൾ അറിയപ്പെടുന്ന മാതൃക ഏത് മാതൃകയാണ്? ഹരോൾഡ് ഡോമർ മാതൃക ചോദിക്കുന്നതാണ്. ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്ന പദ്ധതി ഏതാണ്? 1ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇതിന്റെ ആമുഖം തയ്യാറാക്കിയ വ്യക്തിയാണ് ആര്? KN രാജ്. ആരാണ്? KN രാജ് ആണ് ആമുഖം തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി 2.1% നമ്മുടെ വളർച്ചാ നിരക്ക് ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ നേടിയത് എത്രയായിരുന്നു? 3.6% അല്ലെ. അതായത് ലക്ഷ്യം വെച്ചതിനേക്കാൾ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? നേടാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പൊ അതും കൂടി അവിടെ ഓർത്ത് വെച്ചേക്കാം. 2.1 ലക്ഷ്യം വെച്ചു, 3.6 നേടാനായിട്ട് പറ്റി. CDP യും UGC ഒക്കെ നിലവിൽ വന്നത് 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതും കൂടി അവിടെ ഓർത്ത് വെക്കുക. ഇനി മഹൽനോബിസ് മാതൃക എന്നറിയപ്പെടുന്നതാണ് 2ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അവിടെ നമുക്ക് വ്യവസായ മേഖലയ്ക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. 1ാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയാണെങ്കിൽ 2ാം പഞ്ചവത്സര പദ്ധതി ഏതിനായിരുന്നു? വ്യവസായ മേഖലയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ ഭിലായി, റൂർക്കേല, ഈ ഇരുമ്പുരുക്ക് ശാലകളൊക്കെ നിലവിൽ വന്നത് ഈ 2ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണെന്ന് പറയുന്നത്. ഓക്കെ,
ഇനി മൂന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത അതുപോലെ തന്നെ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത ലക്ഷ്യം വെച്ച പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, ഇനി ബാങ്ക് ദേശസാൽക്കരണം ഒക്കെ നടത്തിയത് ഏതിലാണ്? അത് നാലാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് കേട്ടോ. അപ്പൊ ബാങ്ക് ദേശസാൽക്കരണം നടത്തിയത് നാലാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെയാണ് ഓപ്പറേഷൻ ഫ്ലഡ്. ഓക്കെ, പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ഒരു വിപ്ലവമായിരുന്നു ഇത് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് നടപ്പിലാക്കിയത് എന്നാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ നാലാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. 1970 ഓപ്പറേഷൻ ഫ്ലഡ് കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവന്നത് NDDB ആണ് കേട്ടോ, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ആണ്. അത് സ്ഥാപിച്ചത് 1965 അതുപോലെ തന്നെ ഗാഡ്ഗിൽ മാതൃക എന്നറിയപ്പെടുന്നതും ഏതാണ്? നാലാം പഞ്ചവത്സര പദ്ധതിയാണ് എന്നും കൂടി എന്ത് ചെയ്യാം, ഒന്ന് ഓർത്ത് വെക്കാം. ഇനി അഞ്ചുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ച പദ്ധതിയാണ് ഏത്? അഞ്ചാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം മുഴക്കിയതും ഏതിൽ തന്നെയാണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് അല്ലെ. ദാരിദ്ര്യം തുടച്ചു നീക്കുക ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു മുദ്രാവാക്യമായിരുന്നു. അപ്പൊ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം പറഞ്ഞ അല്ലെങ്കിൽ ആ മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഏതാണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് ആറാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് NREPയും RLEGPയും IRDPയും ഈ ഒരു പദ്ധതികളൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഓർത്തു വെക്കാൻ എളുപ്പമാണ്. NREP, RLEGP, IRDP അല്ലെ. എല്ലായിടത്തും എന്തുണ്ട്? ഒരു ഉണ്ട്. അതുകൊണ്ട് നമുക്കത് ആറാം പഞ്ചവത്സര പദ്ധതിയാണെന്ന് അങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് ഓർത്തു വെക്കാം. ഓക്കെ, ഇനി ചോദിക്കുന്ന മറ്റൊരു പദ്ധതിയാണ് എട്ടുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത് മാനവശേഷി വികസനം ലക്ഷ്യം വെച്ച പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പൊ മാനവശേഷി വികസനം ലക്ഷ്യം വെച്ചത് ഏതാണ്? എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. മൻമോഹൻ മാതൃക, മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നതും 8 ഓക്കെ, മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് 8 പഞ്ചായത്ത് രാജ് സംവിധാനം കൊണ്ടുവന്നതും ഏതിലാണ്? എട്ടാം പദ്ധതിയിലാണ്. ക്ലിയർ അല്ലേ? അടുത്തത് 9 9 കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. 9 ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ജനകീയ പദ്ധതി ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഏത് പദ്ധതിയിലാണ്? ജനകീയ പദ്ധതി 9 അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷികം തികഞ്ഞപ്പോൾ ആരംഭിച്ച പദ്ധതി. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷികം തികഞ്ഞപ്പോൾ ആരംഭിച്ച പദ്ധതിയും ഏത് തന്നെയാണ്? 9-ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. പിന്നെ ചോദിക്കുന്നതാണ് കുടുംബശ്രീ ആരംഭിച്ചത് ഏതിലാണ്? കുടുംബശ്രീ ആരംഭിച്ചത് ഈ പറഞ്ഞ 9-ാം പഞ്ചവത്സര പദ്ധതിയിലാണ് കുടുംബശ്രീ ഒക്കെ ആരംഭിച്ചിട്ടുള്ളത്. ഇനി 10-ാം പദ്ധതിയുമായി ബന്ധപ്പെട്ട് 10-ാം പഞ്ചവത്സര പദ്ധതിയിൽ ചോദിക്കുന്നതാണ് കേരള മോഡൽ വികസന പദ്ധതി. നമ്മളിപ്പോ കണ്ട ക്വസ്റ്റ്യൻ കേരള മോഡൽ വികസന പദ്ധതി ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്? 10-ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പൊ കേരള മോഡൽ വികസന പദ്ധതി ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 10-ാം പഞ്ചവത്സര പദ്ധതിയാണ്. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്തിന്റെ ലക്ഷ്യമാണ്? 10-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്. അപ്പൊ 10 രൂപയാണ് മൂലധനം എന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം. ഇനി 11-ാം പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങളെയും എന്ത് ചെയ്യുക? എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വികസനമായിരുന്നു 11-ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എന്നാൽ സുസ്ഥിര വികസനമാണ് എന്ത് ലക്ഷ്യം വെച്ചത്? 12. അപ്പൊ 11-ല് എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വികസനമാണെങ്കിൽ 12-ാം പഞ്ചവത്സര പദ്ധതിയിൽ സുസ്ഥിര വികസനമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് കടക്കാം. അടുത്തത് വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ച നയം. ഏത് നയമാണത്? വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുക. അത് എന്തിലേക്ക് മാറ്റുക? പ്രൈവറ്റൈസേഷൻ ആക്കി മാറ്റുക. അതായത് അവരുടെ സർക്കാരിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം അവിടെ കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സ്വകാര്യവൽക്കരണമാണ് കേട്ടോ. ചിലപ്പോൾ നമുക്ക് തെറ്റാൻ സാധ്യത ഉണ്ട്. നമുക്ക് ഉദാരവൽക്കരണം എന്ന് തോന്നും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം, വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുക. സർക്കാരിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് എന്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്? പ്രൈവറ്റൈസേഷൻ ആക്കി മാറ്റുക. അതാണ് സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ നവസാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു സമയത്ത് വളരെ ട്രെൻഡിങ് ആയിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻ വന്നിരുന്ന ഒരു ഭാഗമായിരുന്നു ഇത് നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതും കൂടി എന്ത് ചെയ്യാം, നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പം നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ ഏതാണ് വർഷം? 1991 അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരുന്നത്. PV നരസിംഹറാവു ആണ് ഈ ഒരു പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ആ സമയത്ത് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ആര്? മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ PV നരസിംഹറാവു ആണ് പുത്തൻ സാമ്പത്തിക
നയം ഇവിടേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്നൊരു സാമ്പത്തിക പരിഷ്കാരത്തിലോട്ടേക്ക് നമ്മുടെ രാജ്യം പോകാൻ വേണ്ടിയിട്ട് ഒരു കാരണമായിട്ടുള്ളത്? എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു പുത്തൻ സാമ്പത്തിക നയമൊക്കെ വേണമെന്ന് തീരുമാനിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കാം? ഒന്നാമത്തേത്, ആ ഒരു സമയത്ത് അതായത് ഈ ഒരു പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുന്നതിന് മുന്നേ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം വിദേശ കടത്തിന്റെ തിരിച്ചടവ് നടത്താൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു. അതായത് വിദേശ കടം ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൃത്യമായിട്ട് നമുക്ക് തിരിച്ചടക്കാൻ പറ്റാത്ത സ്ഥിതിയിലോട്ട് വരികയായിരുന്നു. അതുപോലെ തന്നെ വിദേശ നാണ്യ ശേഖരത്തിന്റെ അളവിലുള്ള കുറവ്. നമുക്കറിയാം, നമ്മളെ ഓരോ രാജ്യവും എന്ത് ചെയ്യണം? ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് കീപ്പ് ചെയ്യണം. അതിന്റെ ആ ഒരു അളവ് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊരു രണ്ടാമത്തെ കാര്യമാണ്. അതുപോലെ തന്നെ നിത്യ ഉപയോഗ സാധനങ്ങളുടെ വില ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ഒരു ഇൻഫ്ലേഷനിലോട്ട് പോകുകയാണ്. അതായത് നിത്യ ഉപയോഗ സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലോട്ടേക്ക് മാറുകയാണ്. കാരണം അതിന്റെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ പിടുത്തം വിടും അല്ലെ. കാരണം ഈ ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയാ സാമ്പത്തികമായിട്ടുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യും? ആകെ അവതാളത്തിലാവും. അപ്പൊ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഇതിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടാണ് പി.വി. നരസിംഹറാവു എന്ത് ചെയ്യുന്നത്? പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത്. അതായത് പുത്തൻ സാമ്പത്തിക നയങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് അവര് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുസ്ഥിരമാക്കൽ നടപടികളായിരുന്നു. രണ്ടാമത്തേതാണ് ഘടനാപരമായിട്ടുള്ള പരിഷ്കാരം. അപ്പൊ സുസ്ഥിരമാക്കൽ നടപടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു സുസ്ഥിരമാക്കൽ നടപടികളിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഘടനാപരമായിട്ടുള്ള പരിഷ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ അല്ലെങ്കിൽ ഒരു ലോങ് ടേമിലേക്ക് ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഒരു സ്ഥിരത നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വളർച്ച അതേ രീതിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരണം, ഇനി ഭാവിയിലേക്ക് നല്ലൊരു വളർച്ച നമുക്ക് നേടണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവണം, ആ ഒരു കാര്യങ്ങളൊക്കെയാണ് എവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്? ഘടനാപരമായിട്ടുള്ള പരിഷ്കാരങ്ങളിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ സുസ്ഥിരമാക്കൽ നടപടികൾ എന്ന് പറയുമ്പോൾ അവിടെ ഷോർട്ട് ടൈമിലേക്കായിരുന്നു, ഏറ്റവും പെട്ടെന്ന് നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളായിരുന്നു. അപ്പൊ അവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കണം? നമ്മൾ പറഞ്ഞില്ലേ, വിദേശ നാണ്യ ശേഖരത്തിന്റെ അളവ് കുറവാണ്. അപ്പൊ അതെന്ത് ചെയ്തു? വിദേശ നാണ്യ ശേഖരം കറക്റ്റ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് നിലനിർത്താനായിട്ട് ഈ ഒരു കാര്യം അവിടെ അല്ലെങ്കിൽ ഈ ഒരു നടപടിയിലൂടെ ചെയ്യാനായിട്ട് ശ്രമിച്ചു. അതുപോലെ തന്നെ പണപ്പെരുപ്പ് എന്ത് ചെയ്തു? നിയന്ത്രിച്ചു. നമ്മൾ പറഞ്ഞു നിത്യ ഉപയോഗ സാധനങ്ങളുടെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കുറയ്ക്കണം. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? പണപ്പെരുപ്പം കുറയ്ക്കണം. അപ്പൊ പണപ്പെരുപ്പം നിയന്ത്രിച്ചതും ഏത് നടപടിയുടെ ഭാഗമാണ്? സുസ്ഥിര നടപടിയുടെ ഒരു ഭാഗമായിരുന്നു. ദെൻ ലാസ്റ്റ് വൺ വിലക്കയറ്റം വിലക്കയറ്റം നിയന്ത്രിക്കുക. ഇതൊക്കെയായിരുന്നു സുസ്ഥിരമാക്കൽ നടപടിയുടെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണ്? വിദേശ നാണ്യ ശേഖരം നിലനിർത്തുക, പണപ്പെരുപ്പം നിയന്ത്രിക്കുക, വിലക്കയറ്റം നിയന്ത്രിക്കുക. ഇനി ഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിലോട്ടേക്ക് പോകാം. ഘടനാപരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ ലോങ് ടേമിലേക്കുള്ള കാര്യങ്ങളാണ്. അവിടെയാണ് ഈ പറഞ്ഞ നമ്മുടെ ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, അതുപോലെ തന്നെ സ്വകാര്യവൽക്കരണം, അതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. അതിലൂടെ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് വരുത്താൻ പറ്റുന്നത്, ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ അതിൽ നമുക്ക് പഠിക്കേണ്ടത് ഉദാരവൽക്കരണത്തെ കുറിച്ചിട്ടാണ്. അപ്പം എന്താണ് ഉദാരവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം. അതായത് ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താ? പല കാര്യങ്ങളിലും ഉദാരവൽക്കരിക്കുക അല്ലെ. അതായത് രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാരിന്റെ നിയന്ത്രണങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പരിമിതപ്പെടുത്തുക. അപ്പൊ സാമ്പത്തിക കാര്യങ്ങളിൽ അല്ലെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെ ഇടപെടലുകൾ എന്ത് ചെയ്യുക? ഒന്ന് പരിമിതപ്പെടുത്തുക. അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കൂടുതൽ ആളുകൾക്ക് പല കാര്യങ്ങൾക്കും ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ഉയരും എന്നൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ഉദാരവൽക്കരണം കൊണ്ടുവരുന്നത്. അത് പല മേഖലകളിലായിട്ടാണ് പല മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതിലെ ഒന്നാമത്തേത് വ്യവസായിക മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയെന്ന് നോക്കാം. അതായത് ഉദാരവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ എന്ത് ചെയ്യുക? കുറച്ച് കൊണ്ടുവരലാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വ്യവസായ മേഖലയിൽ എന്തൊക്കെ മാറ്റം വരുത്തിയെന്ന് നോക്കാം. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവസായ മേഖലയിൽ അനുമതി പത്രങ്ങൾ ഒഴിവാക്കപ്പെട്ടു. അതായത് പല വ്യവസായങ്ങളും തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ആവശ്യമായിരുന്നു? ലൈസൻസ് ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പല വ്യവസായങ്ങളും തുടങ്ങാൻ സാധിക്കാതിരുന്നിട്ടുണ്ട്. അപ്പൊ അതിന് ബദലായിട്ട് എന്ത് ചെയ്തു? ഈ പറഞ്ഞ വ്യവസായ മേഖലയിൽ ഇങ്ങനെ ഒരു കാര്യം തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് അതിന്റെ ലൈസൻസ് ഒക്കെ എന്ത് ചെയ്തു? ഒഴിവാക്കി കൊടുത്തു. പക്ഷേ ചില എക്സെപ്ഷൻ കേസ് ഉണ്ട്. മദ്യം, അതുപോലെ തന്നെ സിഗരറ്റ്, സ്ഫോടക വസ്തുക്കൾ, ഇലക്ട്രോണിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തുടങ്ങണമെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട വ്യവസായം തുടങ്ങണമെങ്കിൽ എന്താവശ്യമായിരുന്നു? ലൈസൻസ് ആവശ്യമായിരുന്നു. അപ്പൊ മദ്യം, സിഗരറ്റ്, സ്ഫോടക വസ്തുക്കൾ, ഇലക്ട്രോണിക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴികെയുള്ള ഏതൊരു വ്യവസായം തുടങ്ങാൻ എന്താവശ്യമായിട്ട് വരുന്നില്ലായിരുന്നു? ഈ പറഞ്ഞ പോലെ ലൈസൻസ് ആവശ്യമായിട്ട് വേണ്ടാന്ന് ഏതിലൂടെ വെച്ചു? വ്യവസായിക മേഖലയിലെ മാറ്റങ്ങളിലൂടെ വെച്ചു. അതുപോലെ തന്നെ പല വ്യവസായം ചെയ്യാൻ സ്വകാര്യ മേഖലയ്ക്കും കൂടി എന്ത് ചെയ്തു? അനുമതി കൊടുത്തു. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുന്നതിന് മുന്നേ പല വ്യവസായം തുടങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും തുടങ്ങാനായിട്ട് സാധിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ അത് ആ ഒരു ഇതെന്ത് ചെയ്തു?
ആ ഒരു കാര്യം അവിടെ തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. അതായത് പല വ്യവസായവും ചെയ്യാൻ വേണ്ടിയിട്ട് സ്വകാര്യ മേഖലയ്ക്ക് അനുമതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി വില നിർണ്ണയത്തിലും വിതരണത്തിലുമുള്ള ഗവൺമെന്റിന്റെ നിയന്ത്രണം ഒഴിവാക്കി. ഇപ്പൊ ഒരു കാര്യം, ഒരു ഉൽപാദനം ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ വില നിശ്ചയിക്കുന്നതും അതിന്റെ വിതരണവുമായി ബന്ധപ്പെട്ടിട്ട് ഗവൺമെന്റ് ഇടപെടുന്നത് എന്ത് ചെയ്തു? കുറച്ചു. അത് മാർക്കറ്റ് തന്നെ എന്ത് ചെയ്തു? അതിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് വ്യവസായ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. അതിലൊന്നാമത്തേത് എന്താണ്? ലൈസൻസ് അല്ലെ, ലൈസൻസ് അഥവാ അനുമതി പത്രം ഒഴിവാക്കപ്പെട്ടു. പിന്നെന്താണ്? പല വ്യവസായങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വകാര്യ മേഖലയ്ക്ക് അനുമതി കൊടുത്തു. വില നിർണ്ണയത്തിനും അതുപോലെ തന്നെ വിതരണത്തിനുമുള്ള ഗവൺമെന്റിന്റെ നിയന്ത്രണം ഒഴിവാക്കി. ഇനി ധനകാര്യ മേഖലയിൽ എന്തൊക്കെ പരിഷ്കാരം കൊണ്ടുവന്നു നോക്കാം. ധനകാര്യ മേഖലയിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ധനകാര്യം എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ RBI ആലോചിക്കും. അതായത് RBI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ എന്താണ്, എല്ലാവരും കൺട്രോൾ അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ് അല്ലെ, ബാങ്കുകളെയും അല്ലെങ്കിൽ എല്ലാ ധനകാര്യ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൺട്രോൾ ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇവിടെ ഒരു കൺട്രോളർ എന്ന നിലയിൽ അല്ലെങ്കിൽ ധനകാര്യ മേഖലയുടെ നിയന്ത്രകൻ എന്ന സ്ഥാനത്ത് നിന്ന് സഹായകൻ എന്ന തലത്തിലോട്ടേക്ക് ആര് മാറി? RBI മാറി. ഓക്കെ, അവിടെ കൺട്രോൾ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്തു? അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കുക എന്ന രീതിയിലേക്ക് ആര് മാറിയിട്ടുണ്ടായിരുന്നു? RBI മാറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് സ്വകാര്യ ബാങ്കുകളൊക്കെ ആ ഒരു സമയത്ത് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. സ്വകാര്യ ബാങ്കുകളൊക്കെ രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി എത്രയായിട്ട് ഉയർത്തി? 50% ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി എത്ര ശതമാനമായിട്ട് ഉയർത്തി? 50% ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഇനി RBIയുടെ അനുമതി ഇല്ലാതെ തന്നെ ബാങ്കുകൾക്ക് ബ്രാഞ്ചുകൾ തുടങ്ങാനുള്ള അനുമതി ലഭിച്ചു. അപ്പൊ അതിന് മുന്നേ ഒക്കെ ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, ഒരു ബാങ്കിന് അവരുടെ ബ്രാഞ്ച് വേറെ സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ RBIയുടെ അനുമതിയൊക്കെ ആവശ്യമായിരുന്നു. അപ്പൊ ഈ ഒരു ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? അതൊക്കെ അവിടെ ഒഴിവാക്കപ്പെട്ടു. അതുപോലെ തന്നെ പെൻഷൻ ഫണ്ട്, മ്യൂച്വൽ ഫണ്ട്, മെർച്ചന്റ് ബാങ്ക്, അതൊക്കെ ഈ ഒരു സമയത്താണ് രൂപീകരിക്കാൻ കാരണമായിട്ടുള്ളത്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മൂലധനമൊക്കെ മൂലധന വിപണിയിൽ നിക്ഷേപിക്കാനുള്ള അനുമതിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ധനകാര്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നികുതിയിലുള്ള പരിഷ്കാരങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നികുതി നിരക്ക് എന്ത് ചെയ്തു? കുറച്ചു കൊടുത്തു. ഓക്കെ, നികുതി വളരെ ഉയർന്ന നികുതിയിൽ നിന്ന് എന്ത് ചെയ്തു? നികുതി നിരക്കുകളൊക്കെ ഒന്ന് കുറച്ചു കൊടുത്തു. അതുപോലെ തന്നെ നികുതി അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊസീജിയറുകളും എന്ത് ചെയ്തു? കുറച്ചു കൊടുത്തു. പണ്ടൊക്കെ നികുതി അടയ്ക്കാന്ന് പറഞ്ഞാൽ വലിയ പ്രൊസീജിയർ ആയിരുന്നു. അപ്പൊ ആ ഒരു പ്രൊസീജിയർ ഒക്കെ എന്ത് ചെയ്തു? കുറച്ചു കൊടുത്തു. പിന്നെ നമുക്ക് പഠിക്കേണ്ടത് വിദേശ കറൻസിയുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള മാറ്റങ്ങളാണ്. വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്ത ഇന്ത്യൻ കറൻസിയുടെ മൂല്യം എന്ത് ചെയ്തു? കുറച്ചു. ഓക്കെ, ഒരു ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് വിദേശ കറൻസിയുമായിട്ട് താരതമ്യം ചെയ്ത ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറച്ചു. അതുപോലെ തന്നെ വിനിമയ നിരക്ക് റിസർവ് ബാങ്ക് നിയന്ത്രണത്തിൽ നിന്ന് മാറിയിട്ട് എന്ത് ചെയ്തു? വിദേശ വിനിമയ വിപണി തന്നെ അത് ഏറ്റെടുക്കാനായിട്ട് തുടങ്ങി. അതായത് അവിടെ റിസർവ് ബാങ്ക് ആയിരുന്നു ഈ പറഞ്ഞ വിനിമയ നിരക്കൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അത് മാറിയിട്ട് അത് ആര് ഏറ്റെടുത്തു? വിദേശ വിനിമയ വിപണി തന്നെ അത് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. ഇനി വ്യാപാര നിക്ഷേപത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇറക്കുമതി ചുങ്കം കുറച്ചു. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇറക്കുമതി ചുങ്കം, അതായത് ഒരു സാധനം ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യണമെങ്കിൽ അതിന് ഇറക്കുമതി ചുങ്കം കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ ഇറക്കുമതി ചുങ്കം എന്ത് ചെയ്തു? അതിന്റെ നിരക്ക്, റേറ്റ് എന്ത് ചെയ്തു? കുറച്ചു. അതുപോലെ തന്നെ കയറ്റുമതി ചുങ്കം പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയും ചെയ്തു. കയറ്റുമതി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സാധനം അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ചുങ്കം അടയ്ക്കണമായിരുന്നു. അതെന്ത് ചെയ്തു? ഇതിന്റെ ഈ ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് പൂർണ്ണമായിട്ടും ഒഴിവാക്കി കൊടുത്തു. ക്ലിയർ അല്ലേ? അപ്പൊ ആ ഒരു കാര്യം അവിടെ ഓർത്തു വെക്കാം. അതുപോലെ തന്നെ ഇറക്കുമതിക്ക് ആവശ്യമായിട്ടുള്ള അനുമതി പത്രം കൊടുക്കുന്നത് അല്ലെങ്കിൽ അനുമതി നൽകുന്നതും ഒഴിവാക്കി കൊടുത്തുട്ടോ. അതായത് നല്ല അപകടകരമായിട്ടുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ പ്രകൃതിക്ക് ദോഷമായിട്ട് വരുന്ന വസ്തുക്കൾക്കൊക്കെ എന്താവശ്യമായിരുന്നു? ഇറക്കുമതി ചെയ്യണമെങ്കിൽ പ്രത്യേക അനുമതിയൊക്കെ ആവശ്യമായിരുന്നു. ബാക്കിയുള്ള ഏത് കാര്യവും ഇറക്കുമതി ചെയ്യണമെങ്കിൽ അതങ്ങനെയുള്ള പ്രത്യേകം അനുമതിയുടെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെച്ചാൽ മതി. ഇനി ലാസ്റ്റ് അതിന്റെ കൂടെ ഒരു ഉദാരവൽക്കരണവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ടേം ആണ് നവ ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. അപ്പൊ നവ ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായിട്ട് നിരാകരിക്കുന്ന ഒരു പുത്തൻ സാമ്പത്തിക നയമാണ് ഇത് നവ ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. അപ്പൊ സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായിട്ട് നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയം എന്ന് ചോദിച്ചാൽ അത് എന്താണ്? അതാണ് നവ ഉദാരവൽക്കരണം അല്ലെ. ഉദാരവൽക്കരണം എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? അതിൽ പരിമിതപ്പെടുത്തലായിരുന്നു. എന്നാൽ നവ ഉദാരവൽക്കരണം എന്ന് പറയുമ്പോൾ അവിടെ സമ്പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക? ഈ സർക്കാരിന്റെ നിയന്ത്രണങ്ങളൊക്കെ ഒഴിവാക്കുക. അതാണ് നവ ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ സ്വകാര്യവൽക്കരണമാണ്. സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം അതുപോലെ തന്നെ അതിന്റെ നിർവഹണ ചുമതലയൊക്കെ ആർക്ക് കൊടുക്കുക? സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുക. ഓക്കെ, അതായത് പൊതുമേഖലയിലുള്ള കാര്യം സ്വകാര്യ മേഖലയിലേക്ക് കൊടുക്കുന്നതിനെയാണ് സ്വകാര്യവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വേറെ ഒന്നും കൂടിയുണ്ട്, ആഗോളവൽക്കരണമാണ്. ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താ? രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ് വ്യവസ്ഥയുമായിട്ട് സമന്വയിപ്പിക്കുക. അതിനെയാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്
താഴെ പറയുന്നവയിൽ എന്താണ് ദേശീയ വരുമാനം എന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ദേശീയ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ദേശീയ വരുമാനം അല്ലെങ്കിൽ ഏതാണ് യഥാർത്ഥ ദേശീയ വരുമാനം എന്ന് ചോദിച്ചാൽ NNP-FC ആണ് നമ്മൾ യഥാർത്ഥ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് NNP എന്ന് പറഞ്ഞാൽ? എന്താണ് NNP? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആണ് അല്ലെ. അത് ഫാക്ടർ കോസ്റ്റിൽ പറയുമ്പോഴാണ് അതിനെ നമ്മുടെ ദേശീയ വരുമാനമായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതൊന്ന് ആദ്യം പറയാം. അപ്പം ശരിക്കും എന്താണ് ദേശീയ വരുമാനം എന്ന് പറഞ്ഞാല്? ദേശീയ വരുമാനം അഥവാ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരു രാജ്യത്ത് ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധന സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ദേശീയ വരുമാനം എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പൊ ഒരു രാജ്യത്ത് ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധന സേവനങ്ങളുടെയും പണമൂല്യം, അതിനെയാണ് എന്തെന്ന് വിളിക്കുക? ദേശീയ വരുമാനം എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ രാജ്യത്ത് ദേശീയ വരുമാനം ഒക്കെ കണക്കാക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ വരുമാനം നമുക്ക് മനസ്സിലാക്കുന്നത്? എന്തിനാണ്? അതായത് നമ്മുടെ സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളുടെ സംഭാവന വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രാഥമിക മേഖലയുണ്ട്, ദ്വിതീയ മേഖലയുണ്ട്, തൃതീയ മേഖലയുണ്ട്. അപ്പൊ ഇവിടെ നിന്നൊക്കെ എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്തിന് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത്, ഏത് മേഖലയിൽ നിന്നാണ് കൂടുതൽ നേട്ടം ഉണ്ടാക്കുന്നത്, എവിടെ നിന്നാണ് കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സമ്പദ് വ്യവസ്ഥയിലെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് അല്ലെ, എവിടേക്കാണ് പ്രശ്നങ്ങൾ കിടക്കുന്നത്, അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ അല്ലെ, നമുക്ക് നമ്മുടെ വരുമാനം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലല്ലേ നമ്മുടെ രാജ്യത്തിന്റെ പദ്ധതികൾ നമുക്ക് ആസൂത്രണം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദേശീയ വരുമാനം കണക്കാക്കുന്നത് സഹായകമാണ്. അതുപോലെ തന്നെ ഉൽപാദന വിതരണം ഉപഭോഗം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പരിമിതി കണ്ടെത്തുന്നതിന്. ഇതൊക്കെയാണ് ഈ പറഞ്ഞ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. ഇനി ആരാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്? ദേശീയ വരുമാനം കണക്കാക്കുന്നതാണ് ആര്? NSO എന്ന് പറയും. ഓക്കെ, നാഷണൽ സാമ്പിൾ ഓർഗനൈസേഷൻ ആണ് എന്ത് കണക്കാക്കുന്നത്? ദേശീയ വരുമാനം കണക്കാക്കുന്നത്. എവിടെയാണ് അതിന്റെ ആസ്ഥാനം? NSOയുടെ ആസ്ഥാനം ഡൽഹിയാണ് കേട്ടോ. NSOയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ഡൽഹിയാണ്. ഓക്കെ, ഇനി ഏതൊക്കെ രീതിയിലാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത് എന്ന് നോക്കണം. പ്രധാനമായിട്ടും 3 തരത്തിലാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ഒന്ന് ഉൽപ്പന്ന രീതി, 2 വരുമാന രീതി, ചെലവ് രീതി. ഉൽപ്പന്നം, വരുമാനം, ചെലവ്. ഏതൊക്കെയാണ്? ഉൽപ്പന്നം, വരുമാനം, ചെലവ്. ഈ 3 രീതിയിലാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. നമ്മൾ പറഞ്ഞു ദേശീയ വരുമാനം എന്ന് പറയുന്നത് എന്തിനെയാണ്? NNP-FC ആണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ടേംസുകൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ഈ NNP എന്ന് പറയുമ്പോൾ അതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് GDP എന്താണെന്ന് അറിയണം. അപ്പം എന്താണ് GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഗ്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? മൊത്തം അല്ലെ. ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ ആഭ്യന്തരമാണ് അല്ലെ. ഡൊമസ്റ്റിക് ഏരിയ എന്ന് പറഞ്ഞാൽ ആഭ്യന്തരമാണ്. അപ്പൊ ആഭ്യന്തരത്തിനുള്ളിൽ, അപ്പം ആഭ്യന്തരം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച എല്ലാ അന്തിമ സാധന സേവനങ്ങളുടെയും പണമൂല്യമാണ് ഏത്? GDP എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഈ ഒരു ഡൊമസ്റ്റിക് എന്ന് പറയുന്ന പദമാണ്. ഓക്കെ, അപ്പൊ GDP, ഡി എന്ന് പറയുമ്പോൾ ഡൊമസ്റ്റിക് ആണ്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിന്റെ ഉള്ളിൽ നമ്മൾ എന്തൊക്കെ നേടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള എല്ലാ അന്തിമ സാധന സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് GDP എന്ന് പറയുന്നത്. ഓക്കെ, ഇനി GDP തന്നെ നമുക്ക് 2 രീതിയിൽ പറയാം. GDP MP-യും ഉണ്ടാകും, FC-യും ഉണ്ടാകും. ഓക്കെ, നമ്മളിപ്പോ മുന്നേ പറഞ്ഞില്ലേ FC എന്ന് പറഞ്ഞാൽ എന്താ? ഫാക്ടർ കോസ്റ്റ് ആണ്. MP എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് ആണ്. അപ്പൊ GDP MP കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് GDP FC-നോട് കൂടിയിട്ട് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ മാർക്കറ്റ് പ്രൈസ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? FC-നോട് കൂടിയിട്ട് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടണം. അപ്പം നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡി കുറയ്ക്കുന്നതാണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പം ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡി കുറച്ചാൽ എന്ത് കിട്ടും? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കിട്ടും. അപ്പൊ MP കാണണമെങ്കിൽ FC-നോട് കൂടിയിട്ട് എന്ത് കൂട്ടണം? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടണം. അങ്ങനെയാണെങ്കിൽ FC കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചാൽ മതിയല്ലോ. FC ആണ് ചോദിക്കുന്നതെങ്കിൽ GDP MP-യിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കുക. ഒന്ന് MP ചോദിച്ചാൽ അതിനോട് കൂട്ടുക, FC ചോദിച്ചാൽ അതിനോട് കുറയ്ക്കുക. ഓക്കെ, ഇനി അടുത്തത് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ GDP എന്താന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തതാണ് ഏത്? GNP. ഇവിടെ എന്താണ്? ഡൊമസ്റ്റിക് അല്ല, ഇവിടെ വരുന്നത് നാഷണൽ ആണ്. അപ്പൊ നാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡൊമസ്റ്റിക് അല്ല വരുന്നത്. അപ്പൊ അവിടെ എന്തൊക്കെ വരും? ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച എല്ലാ അന്തിമ സാധന സേവനങ്ങളുടെയും പണമൂല്യമാണ്.
അപ്പൊ അത് നമ്മുടെ രാജ്യ അതിർത്തിക്കുള്ളിലുള്ളത് മാത്രമല്ല പുറത്തുനിന്ന് കിട്ടുന്നതും കൂടി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതായത് GNP എന്ന് പറഞ്ഞാല് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ മുന്നേ കണ്ട GDP ഉണ്ടല്ലോ, അതായത് നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ കൂടെ തന്നെ പുറത്തുനിന്ന് കിട്ടുന്ന കാര്യങ്ങൾ, അതായത് നമ്മുടെ രാജ്യത്ത് നിന്നുള്ള ആളുകൾ പുറത്ത് പോയിട്ട് ജോലി ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ടാവും, ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, അവരുടെ വരുമാനം ഇങ്ങോട്ടേക്ക് അയക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ പുറത്ത് ജോലി ചെയ്യുന്ന പുറത്തല്ല, വിദേശികള് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവർക്ക് കിട്ടുന്ന വരുമാനം അവർ അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ടാവും. അപ്പൊ അത് തമ്മിലുള്ള ആ ഒരു വ്യത്യാസം കൂടി ഇതിനോട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്ത്, GNP കിട്ടും, നമ്മുടെ മൊത്തം ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് കിട്ടും. അതായത് GDP-നോട് കൂടിയിട്ട് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് കൂടി കൂട്ടുക. ഓക്കെ, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തുള്ള ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഇങ്ങോട്ടേക്ക് അയക്കുന്ന പൈസയും, അതുപോലെ തന്നെ വിദേശികളായിട്ടുള്ള ആളുകൾ ഇവിടെ ജോലി ചെയ്തുകൊണ്ട് അങ്ങോട്ടേക്ക് അയക്കുന്ന പൈസയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ, അതാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഇതിന്റെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ, നമ്മുടെ GDP-ന്റെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, GNP കിട്ടും. ക്ലിയർ അല്ലേ? ഇനി അടുത്തതാണ് NDP-യും NNP-യും. ഈ NNP-FC ആണ് നമ്മുടെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ NDP എന്ന് പറഞ്ഞാൽ എന്താണ്, നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, NDP എങ്ങനെയാ കാണുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, N വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം അവിടെ എന്ത് കുറയ്ക്കണം, N എന്ന് പറഞ്ഞാൽ നെറ്റ് ആണ്. അപ്പൊ നെറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ എല്ലാറ്റിലും ഡിപ്രീസിയേഷൻ കുറയ്ക്കണം എന്നൊരു കോൺസെപ്റ്റ് മനസ്സിലുണ്ടാവണം. എന്താണ്, N ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, എല്ലാ കാര്യവും N ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ എല്ലതും എന്തിൽ കുറയ്ക്കണം, ഡിപ്രീസിയേഷൻ കുറയ്ക്കണം എന്ന് ആലോചിക്കുക. കാരണം എന്താണ്, ഈ NDP എന്ന് പറഞ്ഞാൽ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ NNP എന്ന് പറഞ്ഞാൽ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നെറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് കുറയ്ക്കണം, ഡിപ്രീസിയേഷൻ കുറയ്ക്കണം എന്നൊരു കാര്യം ഓർത്ത് വെക്കാം. അങ്ങനെയാണെങ്കിൽ NDP എങ്ങനെയാണ് കാണുക, NDP എന്ന് പറഞ്ഞാൽ GDP-യിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുക. ഇനി NNP ആണെങ്കിലോ GNP-യിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുക. ഓക്കെ, ഇത് വേണ്ട, ഒരേ DNA ആണ്, ഒരേ NNA ആണ്. ഈ N ആദ്യം വന്നതുകൊണ്ട് ഡിപ്രീസിയേഷൻ കുറഞ്ഞു, ഇവിടെയും N ആദ്യം വന്നതുകൊണ്ട് ഡിപ്രീസിയേഷൻ കുറച്ചു. ക്ലിയർ അല്ലേ? അപ്പൊ NDP എന്ന് പറഞ്ഞാൽ GDP-യിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചു, NNP എന്ന് പറഞ്ഞാൽ GNP-യിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചു. കുറച്ച് സ്പീഡായിട്ട് പറയാണ്, ഈ പറഞ്ഞ പോലെ മാരത്തോൺ സെഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ സ്പീഡിൽ പറയുന്നത്. വളരെ ലളിതമായിട്ട് മെല്ലെ മെല്ലെ ഞാൻ ഓൾറെഡി ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യുക, എക്സാം ഈ ഡിസംബർ 20-ന് അല്ലാത്ത ആളുകളൊക്കെ എന്ത് ചെയ്യുക, നല്ല ഇരുന്ന് ക്ലാസ് കണ്ട് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയിട്ടൊക്കെ ഈ മാരത്തോണിൽ പങ്കെടുക്കട്ടെ. അപ്പൊ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയടിക്ക് ഇങ്ങനെ പറയുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പൊ നാഷണൽ ഇൻകം ഒക്കെ എന്ത് ചെയ്യുക, ഓൾറെഡി നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ കണ്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പം ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങള്. ഇനി അടുത്തത് പ്രതിശീർഷ വരുമാനമാണ്. പ്രതിശീർഷ വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാല്, ദേശീയ വരുമാനത്തെ നമ്മുടെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് എന്ത്, പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. അപ്പൊ പ്രതിശീർഷ വരുമാനം എന്ന് പറഞ്ഞാല് ദേശീയ വരുമാനത്തെ എന്തുകൊണ്ടാണ് ഹരിക്കേണ്ടത്, ജനസംഖ്യ കൊണ്ട്. അപ്പൊ ദേശീയ വരുമാനം ഹരിക്കണം ജനസംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ, പ്രതിശീർഷ വരുമാനമാണ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് നികുതി വരുമാനവും നികുതിയേതര വരുമാനവും സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത് എന്നാണ് കേട്ടോ. അപ്പം എന്താണ് നികുതി വരുമാനം, അതുപോലെ തന്നെ എന്തൊക്കെയാണ് നികുതിയേതര വരുമാനം എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ആദ്യം അത് എന്തൊക്കെയാണെന്ന് നോക്കാം, എന്നിട്ട് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ പൊതുവരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തിനാണ് നമുക്ക് വരുമാനം വേണ്ടത്, നമ്മുടെ രാജ്യത്തിന് എന്തിനാണ് വരുമാനം, എന്തിനു വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും, നമ്മുടെ വികസനക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നിർവഹിക്കണമെങ്കിൽ പണം ആവശ്യമാണ് അല്ലെ. അപ്പൊ സർക്കാരിന് ധാരാളം എന്താവശ്യമുണ്ട്, പണം ആവശ്യമുണ്ട്. അപ്പൊ ഈ ഒരു പണം നേടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ആവശ്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പല സ്രോതസ്സുകളിൽ നിന്ന് സർക്കാർ പണം സമാഹരിക്കുന്നത്. അപ്പൊ അതൊക്കെയാണ് ഏതിൽ വരുന്നത്, നമ്മുടെ രാജ്യത്തിന്റെ പൊതുവരുമാനത്തിൽ വരുന്നത്. അതായത് ഏതൊക്കെ രീതിയിലാണ് ഗവൺമെന്റ് വരുമാനങ്ങൾ നേടുന്നത് എന്ന് ചോദിച്ചാല്, നികുതിയിലൂടെ നേടുന്നുണ്ട് അല്ലെ, നികുതിയിലൂടെ വരുമാനം നേടുന്നുണ്ട്. അതുപോലെ തന്നെ നികുതിയേതര വരുമാനത്തിലൂടെ, അല്ലെങ്കിൽ നികുതി അല്ലാത്ത രീതിയിലും വരുമാനങ്ങൾ നേടുന്നുണ്ട്. ഇനി നികുതിയിലൂടെ നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രധാനമായിട്ടും ഏതൊക്കെ രീതിയിലായിരിക്കും, പ്രത്യക്ഷമായിട്ടുള്ള നികുതിയുണ്ട്, പരോക്ഷമായിട്ടുള്ള നികുതിയുണ്ട് അല്ലെ. നികുതി എന്ന് പറയുമ്പോൾ ടാക്സ് അല്ലെ, ടാക്സ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഒന്ന് ഡയറക്റ്റ് ടാക്സും ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ സ്വയം ആ ഒരു ടാക്സ് എന്ന രീതിയിൽ അടയ്ക്കുന്നതാണ് ഡയറക്റ്റ് ടാക്സിൽ വരിക. ഓക്കെ, അതായത് ഇൻകം ടാക്സ് അല്ലെ, അതായത് നമ്മുടെ ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ എന്താണ് ഡയറക്റ്റ് പോയിട്ട് അടയ്ക്കുക ചെയ്യുക അല്ലെ. ഇത്രയാണ് നമ്മുടെ വരുമാനം എന്ന് പറഞ്ഞുകൊണ്ട് ആ വരുമാന നികുതി നമ്മൾ ആ ഒരു നികുതിയായിട്ട് നമ്മൾ അടയ്ക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ കെട്ടിട നികുതി, അതുപോലെ തന്നെയാണ് വേറെ ഏതാണ് ഭൂനികുതി. അപ്പൊ കെട്ടിട നികുതി ആണെങ്കിലും ഭൂനികുതി ആണെങ്കിലും അതേ പേരിൽ തന്നെ നമ്മൾ തന്നെ പോയിട്ട് അടയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പൊ അതൊക്കെ അങ്ങനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോയി അടയ്ക്കുന്നതൊക്കെ എന്തിൽ വരുന്നതാണ്, ഡയറക്റ്റ് ടാക്സിൽ വരുന്നതാണ്.
എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് അടയ്ക്കുന്നില്ല അല്ലെ, ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും. അതാണ് ഈ പറഞ്ഞ പോലെ വിനോദ നികുതി, അതുപോലെ തന്നെ വിൽപ്പന നികുതി, പിന്നെ നമ്മുടെ ജി എസ് ടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടയ്ക്കാറില്ല അല്ലെ. എവിടെയെങ്കിലും പോയിട്ട് ഇത്രയാണ് നമ്മുടെ ജി.എസ്.ടി എന്ന് പറഞ്ഞിട്ട് അടയ്ക്കാറില്ല. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പൊ നമ്മളിപ്പോ ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബില്ലിന്റെ താഴെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇത്ര രൂപ ജി.എസ്.ടിയിൽ ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ബില്ലിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അടച്ചു പോകുന്നുണ്ട് അല്ലെ. നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ അവിടെ നമ്മൾ ആ സാധനത്തിന്റെ പൈസ കൊടുക്കുന്ന സമയത്ത് അതിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ജി.എസ്.ടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടച്ചു പോകുന്നുണ്ട്. അല്ലാതെ ഇത്രയാണ് ജി.എസ്.ടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എവിടെയും പോയിട്ട് അടയ്ക്കല്ല ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ എന്താണ്, ഇൻഡയറക്റ്റ് ടാക്സിൽ വരുന്നതാണ്. അപ്പൊ ഇതാണ് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഇതൊക്കെ എന്താണ്, നമ്മുടെ സർക്കാരിന്റെ നികുതി വരുമാനത്തിൽ വരുന്നതാണ്. എന്നാൽ സർക്കാരിന് നികുതി മാത്രമായിട്ടല്ല വരുമാനം ഉള്ളത്, വേറെ രീതിയിലും എന്ത് കിട്ടുന്നുണ്ട്, വരുമാനം കിട്ടുന്നുണ്ട്. അതാണ് ഏതെന്ന് പറയുന്നത്, ഫീസ് ആയിട്ടും പിഴയായിട്ടും ഗ്രാന്റ് ആയിട്ടും ലാഭമായിട്ടും പലിശയായിട്ടും ഒക്കെ കിട്ടുന്നത്. ഓക്കെ, ഫീസ് എന്ന് പറഞ്ഞാൽ എന്താ, പല ഫീസുകളും ഗവൺമെന്റ് ഈടാക്കാറുണ്ട് അല്ലെ. ഇപ്പൊ നമുക്കറിയാം പല രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഫീസ് ഈടാക്കാറുണ്ട്, അതുപോലെ തന്നെ ലൈസൻസുമായി ബന്ധപ്പെട്ട ഫീസ് ഈടാക്കാറുണ്ട് അല്ലെ. അതുപോലെ തന്നെയാണ് പിഴ ഫൈൻ ഈടാക്കാറുണ്ട്. ഇപ്പൊ നമ്മുടെ ഏതെങ്കിലും രീതിയിൽ നിയമലംഘനം നടത്തി കഴിഞ്ഞാൽ അവിടെ ഫൈൻ ഈടാക്കാറുണ്ട്. അതൊക്കെ ആർക്കാ പോകുന്നത്, ഗവൺമെന്റിലോട്ടേക്കാ പോകുന്നത് അല്ലെ. അപ്പൊ അതൊക്കെ ഗവൺമെന്റിന്റെ ഒരു വരുമാനമാണ്, അത് നികുതിയേതര വരുമാനത്തിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഗ്രാന്റ് അല്ലെ, ഗവൺമെന്റിന് ഗ്രാന്റ് കിട്ടാറുണ്ട് അല്ലെ, സഹായങ്ങൾ കിട്ടാറുണ്ട്, അതും ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വരുമാനമാണ്. അതുപോലെ തന്നെ ലാഭം, ഗവൺമെന്റ് പല മേഖലയിലും എന്താ പറയാ ബിസിനസ് ചെയ്തിട്ട് അതിൽ നിന്ന് ലാഭം കിട്ടാറുണ്ട്. അതും ഒരു ലാഭം എന്ന് പറയുന്നത് ഒരു നികുതിയേതര വരുമാനമാണ്. അതുപോലെ തന്നെയാണ് പലിശ, ഏതിലെങ്കിലും കൊണ്ടിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിലും പലിശ ആർക്ക് കിട്ടാറുണ്ട്, ഗവൺമെന്റിന് കിട്ടാറുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, നികുതിയേതര വരുമാനത്തിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ. ഇനി നമുക്ക് നോക്കാം ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ക്വസ്റ്റിന് എന്തൊക്കെയാണ് നികുതി വരുമാനവും നികുതിയേതര വരുമാനവും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനയാണ്. നോക്കാം, ഫസ്റ്റ് ഓപ്ഷൻ നോക്കൂ. നികുതി വരുമാനം വ്യക്തികളിൽ നിന്ന് ബിസിനസ്സുകളിൽ നിന്നുമാണ് ഈടാക്കുന്നത്, എന്നാൽ നികുതിയേതര വരുമാനം ബിസിനസ്സുകളിൽ നിന്ന് മാത്രമാണ് ഈടാക്കുന്നത്. അത് ശരിയാണോ? നികുതിയേതര വരുമാനം ബിസിനസ്സുകളിൽ നിന്ന് മാത്രമാണ് ഈടാക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ആദ്യത്തെ ഓപ്ഷൻ നോക്കട്ടെ ഒന്ന്. നികുതി വരുമാനം വ്യക്തികളിൽ നിന്നും ബിസിനസ്സുകളിൽ നിന്നും ഈടാക്കുന്നുണ്ട് അല്ലെ. നികുതി വരുമാനം എന്ന് പറയുമ്പോൾ നമ്മൾ, അതായത് സാധാരണ ജനങ്ങൾ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബിസിനസ്സുകാരും കൊടുക്കുന്നുണ്ട്. എന്നാൽ നികുതിയേതര വരുമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാവണം, നികുതി അല്ലാത്ത രീതിയിൽ എങ്ങനെയൊക്കെയാണ് വരുമാനം കിട്ടുന്നത്, ഫൈൻ അടച്ചിട്ടും പിന്നെ ഏതാണ് ഫീസ് ആയിട്ടും പലിശയായിട്ടും ലാഭമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ബിസിനസ്സുകളിൽ നിന്ന് മാത്രമാണ് ഈടാക്കുന്നത്. അത് തെറ്റാണ് അല്ലെ. കാരണം ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു നിയമലംഘനം നടത്തി കഴിഞ്ഞാൽ നമുക്കെതിരെ ഫൈൻ ഈടാക്കാറുണ്ട്. അപ്പൊ അതൊരു ബിസിനസ്സുകാർക്ക് മാത്രമാണ് കൊടുക്കുന്നത്? അല്ല. ഈ ഒരു ഓപ്ഷൻ എന്താ, തെറ്റായിട്ടുള്ളതാണ്. അടുത്ത ഓപ്ഷൻ പറയുന്നു, നികുതി വരുമാനം സർക്കാർ നിർബന്ധിതമായി ഈടാക്കുന്ന നികുതികളിലൂടെ ലഭിക്കുന്ന വരുമാനമാണ്. അതേസമയം നികുതിയേതര വരുമാനം സർക്കാർ സേവനങ്ങൾ, ഫീസ്, നിക്ഷേപങ്ങൾ എന്നിവ വഴി ലഭിക്കുന്നതാണ്. അത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അല്ലെ. അടുത്തത് പറയുന്നു, നികുതി വരുമാനവും നികുതിയേതര വരുമാനവും സർക്കാരിലേക്കുള്ള നിർബന്ധിത പേയ്മെന്റുകളാണ് അല്ലെ. നമ്മൾ നിർബന്ധമായിട്ട് അടയ്ക്കേണ്ടതാണ്. അതായത് ടാക്സ് എന്തായാലും നമ്മൾ അടയ്ക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഫൈൻ ആണെങ്കിലും ഫീസ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യമൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും അടയ്ക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതെന്താണ്, സോറി, നികുതി വരുമാനവും നികുതിയേതര വരുമാനവും സർക്കാരിലേക്കുള്ള നിർബന്ധിത പേയ്മെന്റുകൾ, അതന്നെ, ഓക്കെ അല്ലെ. നമ്മൾ ഫൈൻ ആണെങ്കിലും എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും അടയ്ക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇതും ശരിയായിട്ടുള്ളതാണ്. അടുത്ത പറയുന്നു, നികുതിയേതര വരുമാനത്തിൽ പിഴകളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും കിട്ടുന്ന വരുമാനം ഉൾപ്പെടുന്നു, എന്നാൽ പലിശ വരുമാനം ഉൾപ്പെടുന്നില്ല. അത് തെറ്റാണ് അല്ലെ. കാരണം നമ്മൾ പറയുന്നുണ്ട് ഈ പറഞ്ഞ പോലെ പിഴയും പിന്നെന്താണ് പലിശയും ലാഭവും അതൊക്കെ എന്താണ്, നികുതിയേതര വരുമാനത്തിൽ ഉൾപ്പെടുന്നതാണ്. ഈ ഒരു 2 3 ആണ് ശരിയായിട്ടുള്ളത്. ശരിയായ പ്രസ്താവനയല്ലേ ചോദിച്ചത്? ഇതിൽ ഓപ്ഷനിൽ വ്യത്യാസം ഉണ്ട് തോന്നുന്നു കേട്ടോ, അത് ഒന്ന് ശ്രദ്ധിക്കണം. ഓപ്ഷനിൽ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ടാക്സുമായി ബന്ധപ്പെട്ട് GST യെ കുറിച്ചിട്ടൊന്ന് അറിഞ്ഞിരിക്കണം അല്ലെ. GST ടാക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞതാണ്, ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ് ഏതാ, GST എന്ന് പറയുന്നത്. GST എന്ന് പറഞ്ഞാൽ എന്താ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. നമുക്കറിയാം GST ഏത് ഭേദഗതി പ്രകാരമാണ് വന്നിട്ടുള്ളത്, 101-ാം ഭേദഗതി അല്ലെ. ഭരണഘടനയുടെ 101-ാം ഭേദഗതിയിലൂടെയാണ് GST വന്നിട്ടുള്ളത്. 2017 ജൂലൈ 1-നാണ് GST നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, GST നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ്. ഏതാണ് ഭേദഗതി, 101-ാം ഭേദഗതിയാണ്. അതുപോലെ തന്നെ GST-യിലെ നിലവിലെ നിരക്കുകൾ ഏതൊക്കെയാണ്, മുൻപ് ഏതൊക്കെ ഉണ്ടായിരുന്നു, 5 ഉണ്ടായിരുന്നു, 12 ഉണ്ടായിരുന്നു, 18 ഉണ്ടായിരുന്നു, 28 ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ. ഈ 0% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
GST ഇല്ലാത്ത കേസുകളാണ്. അതായത് നമ്മുടെ നിത്യം ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉണ്ടല്ലോ, അതായത് നിത്യോപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴങ്ങള്, പച്ചക്കറി, പാല് അങ്ങനെയുള്ളവയ്ക്കൊന്നും എന്ത് വേണ്ട, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതൊക്കെയാണ് 0% വരുന്നത്. അപ്പൊ അതൊക്കെയായിരുന്നു മുന്നേ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു സ്ലാബിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ നിലവിൽ ഏതേ ഉള്ളൂ, ഏതാ ഉള്ളത്, നിലവിലുള്ളത് 5%, അതുപോലെ തന്നെ 18%, അതുപോലെ തന്നെയാണ് 40%. ഓക്കെ, അപ്പം ഇത്രയാണ് ഇപ്പൊ നിലവിലുള്ളത്. ഏതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു, 12%, 28% ഇപ്പം നിലവിലില്ല. ഓക്കെ, 12%, 28% ഇപ്പം നിലവിലില്ല. ഇപ്പൊ ഏതൊക്കെയാണ് നിലവിലുള്ളത്, 5%, ഏതൊക്കെയാന്ന് ഓർത്തു വെച്ചേക്കാം, 5% ഉണ്ട്, അതുപോലെ തന്നെ 18%, 40%. ഈ ഒരു സ്ലാബാണ് ഇപ്പൊ നിലവിലുള്ളത്. 5%, 18%, 40%. അപ്പൊ 40% എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആഡംബര വസ്തുക്കൾക്കാണ് ഈ ഒരു ടാക്സ് ഈടാക്കുന്നത്. ഓക്കെ, ആഡംബര വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ഇപ്പം ആഡംബരമായിട്ടുള്ള വാഹനങ്ങള്, അതുപോലെ തന്നെ മറ്റൊരു കാര്യങ്ങളാണ്, എന്താ പറയാ, വസ്തുക്കളാണ് നമ്മുടെ പുകയില ഉൽപ്പന്നങ്ങൾ. ഓക്കെ, പുകയില ഉൽപ്പന്നങ്ങളൊക്കെ, പാൻ മസാലകൾ, അതിലൊക്കെയാണ് ഈ പറഞ്ഞ പോലെ 40% ടാക്സ് വരുന്നത്. ഓക്കെ, GST 40% വരുന്നത് ഏതിനൊക്കെയാന്ന് വേണമെങ്കിൽ ചോദിക്കാം. ആഡംബര വസ്തുക്കൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ പാൻ മസാലകൾ, പുകയില ഉൽപ്പന്നങ്ങൾ, അതിനൊക്കെ 40% ആണ് വരുന്നത്. അപ്പൊ നിലവിലുള്ള സ്ലാബ് ഏതൊക്കെയാണ്, 5, 18, 40 എന്നും കൂടി എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിക്കുന്ന ബാങ്ക് ഏതായിരുന്നു, ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് ആണ്. ഇനി നീതി ആയോഗിന്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത്. അപ്പൊ നീതി ആയോഗിന്റെ സാമ്പത്തിക ആരോഗ്യ സൂചികയില് 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ഏത്, ഒഡീഷ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഒഡീഷയാണ് ഒന്നാം സ്ഥാനത്ത്, ആരോഗ്യ സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് ഒഡീഷയാണ്. രണ്ടാം സ്ഥാനമാണ് ഛത്തീസ്ഗഡും, മൂന്നാം സ്ഥാനമാണ് ഗോവ. അപ്പൊ ഒഡീഷയാണ് ഒന്നാം സ്ഥാനത്ത് എന്ന് ഓർത്തു വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് നിലവിൽ വന്നത് എന്നായിരുന്നു, 1982 ജൂലൈ 12 ആണ്. നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇനി അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ധവളം എന്ന് പറയുമ്പോൾ വെള്ളയാണ് അല്ലെ. അപ്പൊ വെള്ള എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവണം എന്താണത്, എന്തുമായി ബന്ധപ്പെട്ടതായിരിക്കും, ക്ഷീരം, പാല് അല്ലെ, പാലുൽപാദനവുമായി ബന്ധപ്പെട്ടതാണ്, ക്ഷീരോത്പാദനവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് വിപ്ലവങ്ങൾ അറിഞ്ഞിരിക്കണം. ഹരിത വിപ്ലവം നമുക്ക് അറിയുന്നതാണ് അല്ലെ, ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു ഹരിത വിപ്ലവം. ധവള വിപ്ലവം എന്ന് പറഞ്ഞാൽ പാലുൽപാദനമാണ് അല്ലെ, പാലിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് ധവള വിപ്ലവം. നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടതാണ്, നീല കളറാണ് കടലിന്, അപ്പൊ കടൽ മത്സ്യം അല്ലെ, അതായത് മത്സ്യ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് നീല വിപ്ലവം. എന്നാൽ മഞ്ഞ വിപ്ലവം എന്ന് പറയുന്നത് എണ്ണക്കുരുക്കളുമായി ബന്ധപ്പെട്ടതാണ്. എണ്ണക്കുരുക്കൾ നമുക്കറിയാം, സൂര്യകാന്തി അല്ലെ, അല്ലെങ്കിൽ സൺഫ്ലവറിൽ നിന്നാണ് ഓയിൽ എടുക്കുന്നത്. അപ്പൊ സൺഫ്ലവറിന്റെ നിറം എന്താണ്, മഞ്ഞ കളറാണ്. അപ്പൊ അങ്ങനെ ആലോചിക്കുക, മഞ്ഞ വിപ്ലവം എന്താണ്, എണ്ണക്കുരുക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിപ്ലവമാണ് ഏത്, മഞ്ഞ വിപ്ലവം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിൽവർ റെവല്യൂഷൻ അഥവാ രജത വിപ്ലവം എന്ന് പറഞ്ഞാൽ മുട്ടയുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ മുട്ട ഉൽപാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവമാണ് ഇത് രജത വിപ്ലവം എന്ന് പറയുന്നത്. അതുപോലെ ചോദിക്കുന്നതാണ് ഗ്രേ വിപ്ലവം, വളങ്ങളുമായി ബന്ധപ്പെട്ട വിപ്ലവമാണെങ്കിൽ അതെന്താണ്, ഗ്രേ വിപ്ലവമാണ്. ബ്രൗൺ, തുകൽ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതെന്താണ്, ബ്രൗൺ വിപ്ലവമാണ് കേട്ടോ. അപ്പൊ ഗ്രേ വിപ്ലവം വളമാണ്, ബ്രൗൺ ആണെങ്കിൽ എന്താണ്, തുകൽ ഉൽപ്പന്നങ്ങളാണ്. സിൽവർ ആണെങ്കിൽ മുട്ടയാണ്, മഞ്ഞ വിപ്ലവമാണെങ്കിൽ എണ്ണക്കുരുവാണ്, നീല മത്സ്യമാണ്, ധവളം പാല് അല്ലെ, പാലുൽപാദനമാണ്. ഹരിത വിപ്ലവമാണെങ്കിൽ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ്. ക്ലിയർ അല്ലേ. ഇനി അടുത്തത്, ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്ക് മേലെ ചുമത്തുന്ന അധിക നികുതിയെ നമ്മൾ എന്ത് പേരിലാണ് അറിയപ്പെടുക. അതായത് ഒരു നിശ്ചിത കാലത്തേക്ക്, സ്ഥിരമായിട്ടായിരിക്കില്ല, ഒരു നിശ്ചിത കാലത്തേക്ക് നികുതിയുടെ മേൽ ചുമത്തുന്ന അധിക നികുതി, ഓൾറെഡി നികുതി അടയ്ക്കുന്നുണ്ടാവും, ആ നികുതിന്റെ മുകളിൽ അഡീഷണൽ നികുതി ചുമത്തുന്നുണ്ടെങ്കിൽ അത്ര നികുതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സർചാർജ് എന്ന് വിളിക്കുന്നത് അല്ലെ. ഒരു അഡീഷണൽ ചാർജ് ആണെന്ന് ആലോചിക്കുക. അപ്പൊ നികുതിയുടെ മേൽ നൽകുന്ന അധിക നികുതിയാണ് സർചാർജ് എന്ന് വിളിക്കുന്നത്. എന്നാൽ സെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പ്രത്യേക കാലയളവിലേക്ക് വേണ്ടിയിട്ട് ഈടാക്കുന്ന ഒരു എന്താ പറയാ, നികുതി വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പൊ നമുക്കറിയാം പ്രളയ സെസ് എന്ന് പറയും അല്ലെ, അതായത് പ്രളയം സംഭവിച്ച സമയത്ത് നമ്മുടെ സർക്കാരിന് കുറച്ച് ഫണ്ട് കൂടുതലായിട്ട് ആവശ്യമായിട്ട് വന്നു. അപ്പൊ അത് സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് എന്ത് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, പ്രളയ സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രത്യേക ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഏർപ്പെടുത്തുന്ന കാര്യങ്ങളാണെങ്കിൽ അതെന്തിൽ ഉൾപ്പെടും, സെസ്സിൽ ഉൾപ്പെടും. എന്നാൽ നികുതിയുടെ മേല് ഈടാക്കുന്ന അധിക നികുതിയാണെങ്കിൽ അതെന്തായിരിക്കും, സർചാർജ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് രണ്ടും കൂടി മനസ്സിലാക്കി വെക്കാം. ഇനി 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടു കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് ഏതാണ്.
അപ്പൊ അവിടെ ആദ്യം അറിഞ്ഞിരിക്കണം ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് എന്ന് പറയുന്നത് ഏതാണ്? അത് SBI ആണ് അല്ലെ. ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ് SBI എന്ന് പറയുന്നത്. 1955 SBI രൂപീകരിക്കുന്നത്. ഓക്കെ, SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതിന് മുന്നേ അത് ഏത് ബാങ്ക് ആയിരുന്നു? ഇംപീരിയൽ ബാങ്ക് ആണ് അല്ലെ. 1927 ഇംപീരിയൽ ബാങ്ക് രൂപീകരിക്കുന്നത്. അപ്പം ഇംപീരിയൽ ബാങ്ക് ആണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? സ്റ്റേറ്റ് ബാങ്ക് അഥവാ SBI ആയിട്ട് മാറുന്നത്. അതാണ് നമുക്ക് അറിയാവുന്നത്. പൊതുമേഖലയിലെ ഏറ്റവും വലിയ ബാങ്കാണ് SBI എന്ന് പറയുന്നത്. എന്നാൽ രണ്ടാം സ്ഥാനത്ത് ആരാണ്? രണ്ടാം സ്ഥാനത്ത് ബാങ്ക് ഓഫ് ബറോഡയാണ് കേട്ടോ. അപ്പൊ ബാങ്ക് ഓഫ് ബറോഡയാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് ചോദിച്ചാൽ അത് ഏതാണ്? ബാങ്ക് ഓഫ് ബറോഡയാണ്. ബാങ്ക് ഓഫ് ബറോഡയാണ്. ക്ലിയർ അല്ലേ? പഞ്ചാബ് ആയിരുന്നു, അതിപ്പോ മാറിയിട്ടുണ്ട്. ഇപ്പൊ ആരായിട്ടുണ്ട്? ബാങ്ക് ഓഫ് ബറോഡ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1949 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചു. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. RBIയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു 35 രൂപീകരിച്ചു, 49 നാഷണലൈസേഷൻ എന്ന് പറഞ്ഞു. RBIയുടെ നാഷണലൈസേഷൻ എന്നാണ് 49. ഇനി 69 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. ഓക്കെ, 80 6 സ്വകാര്യ മേഖലാ ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. ഓക്കെ, അപ്പൊ അവിടെ ബാങ്ക് ദേശസൽക്കരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് 1969 ജൂലൈ 19 ആദ്യത്തെ ബാങ്ക് ദേശസൽക്കരണം നടക്കുന്നത്. ഓക്കെ, അപ്പൊ എന്നാണ് ആദ്യത്തെ ബാങ്ക് ദേശസൽക്കരണം നടക്കുന്നത്? ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ്. 1969 ജൂലൈ 19 അന്ന് 14 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് 50 കോടി ക്യാപിറ്റലിന് അല്ലെങ്കിൽ 50 കോടി മൂലധനത്തിന് മുകളിലുള്ള ബാങ്കുകളായിരുന്നു അന്ന് ദേശസാൽക്കരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 14 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് രണ്ടാമത് 1980 ഏപ്രിൽ 15 1980 ഏപ്രിൽ 15 6 ബാങ്ക് കൂടി എന്ത് ചെയ്തു? ദേശസാൽക്കരിച്ചിട്ടുണ്ടായിരുന്നു. 200 കോടിക്ക് മുകളില് മൂലധനം വരുന്ന ബാങ്കുകളായിരുന്നു അന്ന് ദേശസാൽക്കരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മൊത്തം 20 ബാങ്ക് ദേശസാൽക്കരിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഈ പല ബാങ്കുകളും എന്ത് ചെയ്തു? മെർജ് ചെയ്തു അല്ലെ. മെർജ് ചെയ്യാന്ന് പറഞ്ഞാൽ പല ബാങ്കുകളും കൂടി കൂട്ടിച്ചേർന്നിട്ട് ഇപ്പൊ നിലവില് എത്ര നാഷണലൈസ്ഡ് ബാങ്കുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ എത്രയാണ്? 12 ആണുള്ളത്. ഓക്കെ, അപ്പൊ നിലവില് എത്ര പൊതുമേഖലാ ബാങ്കുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ എത്ര ഉണ്ട്? 12 പൊതുമേഖലാ ബാങ്കുകളാണ്. പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മെർജ് ചെയ്തിട്ടാണ് ഇപ്പൊ എത്രയായിട്ട് മാറിയത്? 12 ആയിട്ട് മാറിയത്. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യാ? ഒന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ 69 ഇത് ശരിയാണ്. 69 14 ബാങ്ക് ദേശസാൽക്കരിച്ചു. 80 6 ബാങ്കാണ്. റിസർവ് ബാങ്ക് ഇന്ത്യക്ക് പുറമെ ഇപ്പോൾ ഇന്ത്യയിൽ 20. ഇന്ത്യയിൽ ഇപ്പൊ എത്രണ്ണേ ഉള്ളൂ? 12 ഉള്ളൂ കേട്ടോ. ആദ്യത്തെ 3 ശരിയായിട്ടുള്ളത്. പിന്നെ അതുപോലെ RRB റീജിയണൽ റൂറൽ ബാങ്ക് പരീക്ഷയിൽ ചോദിക്കുന്നതാണ്. RRB എന്ന രൂപീകരിച്ചത് 1975 ഒക്ടോബർ 2 കേട്ടോ. എന്നാൽ RRB ആക്ട് ആണെങ്കിൽ 76. ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു RRB ആക്ട് ഏത് വർഷമാണെന്ന്. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ചിലപ്പം എന്താ പറയാ തെറ്റാൻ സാധ്യത ഉണ്ട്. കാരണം RRB നിലവിൽ വന്നത് 75 RRB ആക്ട് വന്നത് അതിന് ശേഷമാണ്. ഓക്കെ, 76 RRB ആക്ട് വരുന്നത്. അതും കൂടി എന്ത് ചെയ്യാ? ഒന്ന് ഓർത്ത് വെക്കാം. ഇനി ലാസ്റ്റ് വൺ നമ്മുടെ നോബൽ പ്രൈസും കൂടി പഠിച്ച നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. 2024 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാനം നേടിയവയിൽ ഉൾപ്പെടാത്തത് ആര് എന്നാണ് ചോദിച്ചത്. അപ്പൊ ഇനി നമുക്ക് 2024 ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. 2025 കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെന്തായാലും പഠിക്കണം. അപ്പൊ ഇതില് ഇല്ലാത്ത ആളാരാണ്? ക്ലാഡിയ ഗോൾഡിനാണ് അല്ലെ. ഡാരോൺ അസ്മഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ ഇവർക്കൊക്കെ എന്ത് കിട്ടിയിട്ടുണ്ട്? സാമ്പത്തിക നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് ഈ 2025 ആർക്കൊക്കെയാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ പ്രൈസ് കിട്ടിയത് എന്ന് നോക്കണം കേട്ടോ. വളരെ പ്രധാനപ്പെട്ടതാണ്. ക്വസ്റ്റ്യൻ ചോദിക്കും. 3 പേർക്കാണ് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. ഒന്നാമത്തെ ആളാണ് ഫിലിപ്പ് അഗിയോൺ എന്ന് പറയുന്നത്. ആരാണ്? ഫിലിപ്പ് അഗിയോൺ. രണ്ടാമത്തത് ജോയൽ മോക്കിർ. ആരാണ്? ജോയൽ മോക്കിർ. ലാസ്റ്റ് വൺ പീറ്റർ ഹൗവിറ്റ്. ആരാണ്? പീറ്റർ ഹൗവിറ്റ്. ഓക്കെ, ഹൗവിറ്റ് ആണ്. പീറ്റർ ഹൗവിറ്റ്. ഈ 3 പേർക്കാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? സാമ്പത്തിക ശാസ്ത്രത്തില് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ആർക്കൊക്കെയാണ്? ഫിലിപ്പ് അഗിയോണ്, ജോയൽ മോക്കിർ, പീറ്റർ ഹൗവിറ്റിന്. അപ്പൊ ഇത്രയും പേർക്കാണ് 2025 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ കിട്ടിയിട്ടുള്ളത്. അപ്പം ഇവരുടെ നൂതന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥ ആ ഒരു പഠനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവർക്ക് ഈ പറഞ്ഞ നൊബേൽ പ്രൈസ് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ പ്രൈസ് കിട്ടുന്നത്. അപ്പൊ ഇത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കോഡ് പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് സമ്പത്തിൽ എന്തെങ്കിലും എന്താ പറയാ ടൈറ്റ് ആയി കഴിഞ്ഞാൽ അല്ലെ, നമുക്ക് പണത്തിന് എന്തെങ്കിലും ടൈറ്റ് ആയിട്ട് വന്നാൽ, പണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പത്തിൽ എന്തെങ്കിലും ഒരു ടൈറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും സാധനം കൊണ്ടുപോയിട്ട് വിൽക്കൂലേ? അതേപോലെ തന്നെയാണ് ഫിലിപ്പിന്. ഓക്കെ, ഫിലിപ്പിന് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വന്നപ്പോ അദ്ദേഹത്തിന്റെ ജ്വല്ലറി എന്ത് ചെയ്തു? കൊണ്ടുപോയിട്ട് വിറ്റു. അപ്പൊ ഇവിടെ ഫിലിപ്പ് എന്ന് ഓർത്ത് വെക്കുക. ഫിലിപ്പിന്റെ ജ്വല്ലറി എന്നുള്ളത് ജോയൽ എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഫിലിപ്പ്
ജ്വല്ലറി എന്നുള്ളത് ജോയൽ എന്ന് ഓർത്ത് വെക്കുക. വിറ്റ് അല്ലെ, വിറ്റ് എന്ന് പറയുമ്പോൾ പീറ്റർ ഹൗ വിറ്റ്, ആ ഒരു പേരും കൂടി വെച്ച് വെക്കുക. അപ്പം സാമ്പത്തികമായിട്ട് ടൈറ്റ് വന്നപ്പോൾ ഫിലിപ്പ് എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ജ്വല്ലറി കൊണ്ടുപോയിട്ട് വിറ്റു എന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ട് ഓർത്ത് വെക്കാം. അല്ലെ, നമുക്ക് മുഴുവൻ പേരും കിട്ടിയില്ലെങ്കിലും ഓപ്ഷനിൽ നോക്കുന്ന സമയത്ത് ഇയാളുണ്ട് എന്ന് നമുക്ക് അറിഞ്ഞാൽ മതി. അല്ലെ, നമ്മളോട് ആരും എന്ത് ചെയ്യുന്നില്ല, കാണാതെ എഴുതാനായിട്ടൊന്നും പറയുന്നില്ല ഓരോ പേരും. അപ്പൊ നമ്മുടെ ഉത്തരം നമ്മുടെ ഓപ്ഷനിൽ തന്നെ കിടക്കുന്നുണ്ട്, അതിൽ നിന്ന് തെരഞ്ഞെടുത്താൽ മാത്രം മതി. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ കണക്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് എടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഒരുവിധം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിൽ റിവിഷൻ നടത്തുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. താങ്ക്